അന്ന് രാത്രിയിൽ കുമ്പനാട് എന്ന് പറയുന്ന സ്ഥലത്ത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു വലിയ രാഷ്ട്രീയ സമര മീറ്റിംഗ് നടക്കുന്നുണ്ട്. ആ മീറ്റിങ്ങിന് നടുവിൽ മദ്യപിച്ച യുവ സ്നേഹിതന്മാരുമൊത്ത് ഞാനും ചെന്നിരുന്നു. സഖാവ് ഗൗരിയമ്മ ഇന്നേക്ക് 52 വർഷങ്ങൾക്ക് മുന്നമേ അവരുടെ യുവത്വത്തിൻ്റെ പ്രസരപ്പിൽ രക്തത്തിളപ്പിൽ ആവേശത്തോടുകൂടി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സമര മീറ്റിംഗ് നടുവിൽ മദ്യപാനികളായ സുഹൃത്തുക്കളുമൊത്ത് ലോകത്തിൻ്റെ സന്തോഷം ഞാൻ രസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ നടുവിൽ ഉയർത്തുന്ന നസറേനായ യേശുവിൻ്റെ സ്നേഹം ഒരു വേട്ടപ്പട്ടി വേട്ടമൃഗത്തെ തേടി വരുന്ന പോലെ എന്നെ തേടി ആ രാഷ്ട്രീയ സമര മീറ്റിംഗ് നടുവിലേക്ക് കടന്നു പോകുന്നു. ജീവിതത്തിൽ ആദ്യമായി ദൈവശബ്ദം കേൾക്കുന്നത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു സമര മീറ്റിംഗിൽ വെച്ചാണ്. ദൈവാത്മാവിനോട് പറഞ്ഞു, മകനെ, നിൻ്റെ വീട്ടിൽ ഞാൻ അത്ഭുതം പ്രവർത്തിക്കാൻ പോവുക, നീ നിൻ്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഞാനിപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരിയിൽ മാരാമൺ കൺവെൻഷൻ നടക്കുന്ന ആ പമ്പ നദിയുടെ മണൽ തീരത്തിൻ്റെ അടുത്തുള്ള മാർത്തോമാ സഭയുടെ റിട്രീറ്റ് സെൻറ്ററിലാണ്. അപ്പോൾ ഇവിടെ കടന്നു വരാനായിട്ട് പ്രത്യേകമായ ഒരു കാരണമുണ്ട്. ബഹുമാനപ്പെട്ട ബാബു പുല്ലാട് സാറിനെ കാണാനായിട്ട് കടന്നു വന്നതാണ്. അപ്പോൾ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും ഒക്കെ അറിയപ്പെടുന്ന ഒരു കൺവെൻഷൻ പ്രസംഗകനാണ് ബഹുമാനപ്പെട്ട ബാബു സാറ്. അപ്പോൾ സാറിൻ്റെ പല മീറ്റിങ്ങുകളിൽ എനിക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എങ്കിലും ഇന്നാണ് നേരിട്ടൊന്ന് കാണാനും സംസാരിക്കാനായിട്ടുള്ള ഒരു അവസരം ലഭിച്ചത്. ബാബു സാറിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും തന്നെ ക്രിസ്തീയ സമൂഹത്തിലുള്ള എല്ലാവരും തന്നെ അറിയുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ്. അപ്പോൾ ഇന്ന് ഈ സാറിൻ്റെ ജീവചരിത്രം നമുക്ക് ഒന്ന് കേൾക്കാൻ കഴിയുന്നത് ഒരു വലിയ ഭാഗ്യമാണ്. സാറേ, ഗോസ്പൽ TV UP എന്ന ഈ ചാനലിലേക്ക് സാറിനെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഇതുപോലെ ഒരു അവസരം സാറ് അനുഭവിച്ചു തന്നതിലുള്ള വലിയ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. സാറിൻ്റെ ജീവചരിത്രം മറ്റുള്ളവർക്ക് അതൊരു വലിയ പ്രചോദനമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. സാറ് സ്വയമായിട്ടൊന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ വീട് പുല്ലാടാണ്. കോഴഞ്ചേരിക്ക് അടുത്ത് പുല്ലാട് എന്ന് പറയുന്ന സ്ഥലമാണ്. എൻ്റെ പേര് ബാബു പുല്ലാട് എന്നാണ് ഞാൻ അറിയപ്പെടുന്നത്. സാറ് ജനിച്ചു വളർന്ന പശ്ചാത്തലം ഏത് സഭയിലാണ്? സഭാ വിഭാഗമായിരുന്നു മാതാപിതാക്കളൊക്കെ? പശ്ചാത്തലം ഒന്ന് വിവരിക്കാമോ? എൻ്റെ മാതാപിതാക്കളെ ഓർത്തഡോക്സ് സഭയിലായിരുന്നു. എന്നാൽ എൻ്റെ പിതാവ് ഒരു ദീർഘവർഷക്കാലം, ഏതാണ്ട് 26 വർഷക്കാലം കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് ജനിച്ച് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. നിലമ്പൂർ അദ്ദേഹം താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ ആനയെ കൊണ്ട് ചവിട്ടിക്കൊല്ലിക്കുന്ന കാഴ്ച കണ്ണിൻ്റെ മുമ്പിൽ കണ്ട് അന്ന് മുതൽ അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനായ, അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മകനായിട്ടാണ് ഞാൻ ജനിച്ചതും. എൻ്റെ വളർച്ചയിൽ എൻ്റെ പിതാവിൻ്റെ ആദർശങ്ങളും പ്രവർത്തനവും നല്ലതായി തോന്നിയതുകൊണ്ട് എനിക്ക് ആ പിതാവിൻ്റെ മാർഗത്തോട് താല്പര്യമുണ്ടായി. അങ്ങനെ ഞാനും അങ്ങനെ ഒരു ചായവിലായിരുന്നു ജീവിച്ചത്. അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി ജീവിക്കുകയായിരുന്നു. അപ്പോൾ എന്നാണ് ഈ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചത്? അതിൻ്റെ കാരണം എന്താണ്? അതിനൊരു പശ്ചാത്തലമുണ്ടല്ലോ, എന്താണ് അതിൻ്റെ കാരണം? എൻ്റെ പിതാവ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നെങ്കിലും എൻ്റെ അമ്മച്ചി നല്ല പ്രാർത്ഥിക്കുന്ന ഭക്തിയായ ഒരു മാതാവായിരുന്നു. 1972 പ്രാർത്ഥിക്കുന്ന എൻ്റെ മാതാവിന് അതിഭയങ്കരമായ രോഗം പിടിപെട്ടു. കേരളത്തിലെ മിടുമിടുക്കന്മാരായ ഡോക്ടേഴ്സ് പരിശോധിച്ചു. അവരെല്ലാവരും വിധി എഴുതി എൻ്റെ അമ്മച്ചിയുടെ കാലിൻ്റെ മുട്ടിന് മുളകുവശത്ത് വെച്ച് മുറിച്ച് കളയണമെന്ന്. വെല്ലൂർ മെഡിക്കൽ കോളേജിലെ പ്രഗത്ഭരായ ഡോക്ടേഴ്സ് അവരും പരിശോധിച്ച് അതേ വിധി ആവർത്തിച്ച് പ്രഖ്യാപിച്ചു. എൻ്റെ മാതാവിൻ്റെ വലതുകാലിൻ്റെ മുട്ടിന് മുളകുവശത്ത് മുറിച്ച് കളഞ്ഞല്ലാതെ ഈ സ്ത്രീ ഭൂമിയുടെ പറമ്പിൽ ഏറുനാൾ ജീവിച്ചിരിക്കുകയില്ലായിരുന്നു. എന്നാൽ എൻ്റെ അമ്മച്ചി കാല് മുറിച്ച് കളയുവാനായിട്ട് താല്പര്യമില്ലായിരുന്നു. അങ്ങനെ അമ്മച്ചിയുടെ നിർബന്ധത്തിന് കാല് മുറിക്കാതെ ഞങ്ങൾ വീട്ടിലേക്ക് മടക്കി കൊണ്ടുപോകും. ആ രോഗം മുറിക്കുന്ന അവസ്ഥയിലായി കാലിൻ്റെ മുട്ടിന് ബാധിച്ചതായിരിക്കുന്ന രോഗാണുക്കൾ മുകളിലേക്കും വ്യാപിച്ചു, താഴേക്കും വ്യാപിച്ചു. ഒരു ഡെഡ് ബോഡി കണക്കെ യാതൊരു ചലനമില്ലാതെ ശരീരത്തിലെ അവയവങ്ങളെല്ലാം നിശ്ചലമായി കൊണ്ട് അങ്ങനെ കിടക്കയിൽ കിടക്കുമ്പോൾ ഒരു ചൊവ്വാഴ്ച ദിവസം സന്ധ്യാവേളയിൽ എൻ്റെ മാതാവിനെ സ്നേഹിക്കുന്ന 3 അപ്പച്ചന്മാർ, പുല്ലാട് സഹിയോൻ മാർത്തോമ പള്ളിയിലുള്ള 3 പിതാക്കന്മാർ ഭയത്തോടുകൂടി, അന്ന് എൻ്റെ പിതാവ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇവിടുത്തെ പ്രാദേശിക സെക്രട്ടറിയാണ്. അതുകൊണ്ട് ഭയത്തോടു കൂടി എൻ്റെ പിതാവിനോട് വന്ന് ചോദിച്ചു, കറിയാച്ച, താങ്കളുടെ ഭാര്യയ്ക്ക് വേണ്ടി ഞങ്ങളൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. തനിക്കതിൽ വിശ്വാസമില്ല എങ്കിലും തൻ്റെ ഭാര്യയുടെ സന്തോഷത്തെ കരുതി എൻ്റെ പിതാവ് പ്രാർത്ഥിക്കുവാനുള്ള അനുവാദം കൊടുത്തു. ആ ദൈവമക്കൾ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചു. പക്ഷേ ദൈവം യാതൊരു അത്ഭുതവും പ്രവർത്തിച്ചില്ല.
അവർ പിരിയാൻ നേരത്തെ ചോദിച്ചു അടുത്ത ചൊവ്വാഴ്ചയോടെ ഞങ്ങളൊന്ന് പ്രാർത്ഥിക്കട്ടെ. രണ്ടാമത്തെ ചൊവ്വാഴ്ചയും പ്രാർത്ഥിക്കുവാനുള്ള അനുവാദം കൊടുത്തു. അപ്പോൾ കുറച്ചുകൂടെ ആളിനെ കൂട്ടിക്കൊണ്ടുവന്നു, കുറച്ച് അമ്മച്ചിമാർ പ്രാർത്ഥിക്കുന്ന കുറച്ച് അമ്മച്ചിമാരെ കൂടെ കൂട്ടിക്കൊണ്ടു വന്നു. അപ്പം ഞാൻ എൻ്റെ പിതാവിനെ മാറ്റി നിർത്തി ചെവിയിൽ മന്ത്രിച്ചു, ഈ ദൈവമക്കളെന്ന് പറയുന്ന ഈ പോഷന്മാർ നമ്മളെ ചാക്കിടാനുള്ള അടവാണ് അവരാളിനെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ പിതാവ് പറയണം, ഈ ചോട്ടാ ഉപദേശിമാർ വന്നാൽ നമ്മളെ കിട്ടുമ്പോൾ നീ ശാന്തമായി അടങ്ങിയിരിക്കുന്നു പറഞ്ഞു. അന്ന് രാത്രിയിൽ തികഞ്ഞ ആത്മാർത്ഥതയോടുകൂടി കണ്ണുനീരോടുകൂടി അവരെൻ്റെ അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷേ ദൈവം യാതൊരു അത്ഭുതവും പ്രവർത്തിച്ചില്ല. അവർ പിരിയാന്ന് ചോദിച്ചു അടുത്ത ചൊവ്വാഴ്ചയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ. മൂന്നാമത്തെ ചൊവ്വാഴ്ച പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞാനതിനെ ശക്തമായിട്ട് വിലക്കി. കാരണം ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന എൻ്റെ ക്ലബിലേക്ക് ചെന്നപ്പോൾ അഭ്യസ്തവിദ്യരായിരിക്കുന്ന എൻ്റെ യുവസ്നേഹിതന്മാർ എന്നോട് ചോദിച്ചു, ഇന്നലെ വരെ ദൈവമില്ല എന്ന് ശക്തിയുക്തം പഠിപ്പിച്ച നിൻ്റെ വീട്ടിൽ പ്രാർത്ഥനയുടെ ഈ സ്തോത്രത്തിൻ്റെയും ശബ്ദം മുഴുവൻ കേൾക്കുന്നുണ്ട്, നിനക്ക് ലജ്ജയില്ലേ ഇതുമായി നടക്കുവാൻ? അതൊരു വലിയ ചോദ്യചിഹ്നമായി എൻ്റെ മുമ്പിൽ നിന്നു. ഞാൻ എൻ്റെ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി, കേരള ഗവൺമെൻറ്റിന് മുമ്പിൽ ഒരു കൂട്ടം ആൾക്കാർ തങ്ങളുടെ ആവശ്യത്തെ പരിഗണിച്ച് നിരാകാര സത്യാഗ്രഹം അനുഷ്ഠിച്ചാൽ അവരുടെ ആവശ്യത്തെ പരിഗണിക്കുന്ന ഒരു ഗവൺമെൻറ് കേരളത്തിലുണ്ടെങ്കിൽ ഈ പാവപ്പെട്ട ദൈവമക്കളുടെ കടനീരെ മാനിക്കാത്ത ദൈവമല്ല. അതുകൊണ്ട് ദൈവമില്ല എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. അഥവാ ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തിന് ശക്തിയില്ല. ഇനി മേലാൽ ഈ കൂട്ടരോട് ഒന്ന് പ്രാർത്ഥിക്കുവാൻ ഞാൻ അനുവദിക്കുകയില്ല. അങ്ങനെ അനുവദിച്ചാൽ നിങ്ങൾ എൻ്റെ മാതാവായിരിക്കുകയില്ല എന്ന് പറഞ്ഞു. എന്നാൽ എൻ്റെ പിതാവിൻ്റെ മൗനാനുവാദത്തോടുകൂടി ദൈവത്തിലുള്ള ആശ്രയത്തോടെ മൂന്നാമത്തെ ചൊവ്വാഴ്ചയും പ്രാർത്ഥനയ്ക്കുള്ള ക്രമീകരണം ഞങ്ങളുടെ വീട്ടിൽ ചെയ്തു. 1972 ഓഗസ്റ്റ് മാസം 14 രാത്രി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിയുടെ ഭവനത്തിൽ കൂട്ടായ്മ നടക്കുന്നത് അറിഞ്ഞും കേട്ടും ഒരുപാട് പേര് ഞങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരുവാനാണ് തുടങ്ങി. അഭിമാനത്തിന് ക്ഷതം സംഭവിച്ചതായി ഞാൻ എൻ്റെ അമ്മച്ചിയുടെ കിടപ്പുമുറിയിലോട്ട് കടന്നു ചെന്ന് മരണമായി മല്ലടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെറ്റതള്ളയോട് ഞാൻ പറഞ്ഞു, അമ്മച്ചി, നിങ്ങളുടെ ഇളയ മകനായ ഈ ചെറുപ്പക്കാരൻ്റെ അഭിമാനത്തെ മാനിക്കുവാനും കഴിയാത്ത ഒരു തള്ളിയായിപ്പോയില്ല നിങ്ങൾ. ഞാനത് ഖേദിക്കുന്നു. ഇന്നു മുതൽ നിങ്ങളുടെ മാതാവല്ല, ഞാൻ നിങ്ങളുടെ മകനല്ല എന്ന് പറഞ്ഞ് എന്നെ നൊന്ത് പ്രസവിച്ച എൻ്റെ അമ്മച്ചിയോട്, എന്നെ പാലൂട്ടി വളർത്തിയ എൻ്റെ പെറ്റതള്ളയോട് എന്നേക്കുമായി യാത്ര പറഞ്ഞ് വീടിനോട് വിട പറഞ്ഞ് ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയ മഹാഭാപിയായ ഒരു ചെറുപ്പക്കാരനായിരിക്കാൻ. അന്ന് രാത്രിയിൽ കുമ്പനാട് എന്ന് പറയുന്ന സ്ഥലത്ത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു വലിയ രാഷ്ട്രീയ സമര മീറ്റിംഗ് നടക്കുന്നുണ്ട്. ആ മീറ്റിങ്ങിന് നടുവിൽ മദ്യപിച്ച യുവ സ്നേഹിതന്മാരുമൊത്ത് ഞാനും ചെന്നിരുന്നു. സഖാവ് ഗൗരിയമ്മ ഇന്നേക്ക് 52 വർഷങ്ങൾക്ക് മുന്നമേ അവരുടെ യുവത്വത്തിൻ്റെ പ്രസരപ്പിൽ രക്തത്തിളപ്പിൽ ആവേശത്തോടുകൂടി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സമര മീറ്റിംഗ് നടുവിൽ മദ്യപാനികളായ സുഹൃത്തുക്കളുമൊത്ത് ലോകത്തിൻ്റെ സന്തോഷം ഞാൻ രസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ നടുവിൽ ഉയർത്തുന്ന നസറേനായ യേശുവിൻ്റെ സ്നേഹം ഒരു വേട്ടപ്പട്ടി വേട്ടമൃഗത്തെ തേടി വരുന്ന പോലെ എന്നെ തേടി ആ രാഷ്ട്രീയ സമര മീറ്റിംഗ് നടുവിലേക്ക് കടന്നു പോകും. ജീവിതത്തിൽ ആദ്യമായി ദൈവശബ്ദം കേൾക്കുന്നത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു സമര മീറ്റിംഗിൽ വെച്ചാൽ ദൈവാത്മാവിനോട് പറഞ്ഞു, മകനെ, നിൻ്റെ വീട്ടിൽ ഞാൻ അത്ഭുതം പ്രവർത്തിക്കാൻ പോവുക, നീ നിൻ്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലും. സയൻസിൽ ഡിഗ്രി എടുത്ത ഒരു ചെറുപ്പക്കാരനാണ് ഞാൻ. മനുഷ്യൻ്റെ അൺകോൺഷ്യസ് കിടക്കുന്ന ചിന്തകൾ അവൻ ശരീരത്തിൽ ബലഹീനാവുമ്പോൾ അവൻ്റെ കോൺഷ്യസ് പദത്തിലേക്ക് ഉയർന്നു വരുമെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. സയൻസിൻ്റെ തിയറി വെച്ച് ദൈവാത്മാവിൻ്റെ ആലോചനയെ ആഞ്ഞ് വെട്ടി നോക്കി. ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി എന്നെ ഹേമിച്ചു, നീ വീട്ടിലേക്ക് പോകും, വീട്ടിലേക്ക് പോകും, വീട്ടിലേക്ക് പോകും. അന്ന് രാത്രിയിൽ മദ്യപിച്ച് മതോന്മത്തനായ എൻ്റെ പിതാവിൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ ബേവുകുട്ടിയും കുട്ടി വിളിച്ചുകൊണ്ട് എൻ്റെ വീട്ടിലേക്ക് മടങ്ങി വന്നു. അവൻ എന്നെ ഞങ്ങളുടെ വീടിൻ്റെ പടിക്കൽ ഇറക്കി വിട്ടിട്ട് അവൻ മടങ്ങിപ്പോന്നു. ഞങ്ങളുടെ വീട്ടിൽ ഒരു കൂട്ടായ്മ നടക്കുക, ഒരു ദൈവദാസൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. അതിലൊന്നും ഞാൻ ശ്രദ്ധിക്കാതെ ഒരു ഒഴിഞ്ഞ ഊണിൽ എൻ്റെ കൈയുടെ വെള്ളയ്ക്കകത്ത് മുഖം അമർത്തിക്കൊണ്ട് നിർവികാരിയായി നിർനിമേഷനായി ഞാൻ ഇരിക്കുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഓർമ്മ വരുത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തോട് ശക്തമായി ഇടപെടുവാൻ തുടങ്ങി. ഞാൻ ഓർമ്മയായ നാൾ മുതൽ ചെയ്തതായിരിക്കുന്ന തെറ്റുകുറ്റങ്ങൾ എൻ്റെ സ്മൃതിപഥത്തിൽ കൂടി ഇങ്ങനെ ഉയർന്നു വന്നു. എൻ്റെ കണ്ണുകൾ നിറഞ്ഞ് കണ്ണുനീർ ധാരധാരയായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ആ ഉപദേശം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ വാ വിട്ട് നിലവിളിച്ചുകൊണ്ട് എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, കർത്താവേ, ഞാൻ മഹാഭാവിയായ ഒരു ചെറുപ്പക്കാരനാണ്. ഇന്നു മുതൽ നിൻ്റെ മകനായിരിക്കാൻ എന്നെ നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അന്ന് രാത്രിയിൽ ഞാൻ അനുഭവിച്ചതായ ആനന്ദം എനിക്ക് പറഞ്ഞറിയിക്കാൻ സാധ്യമല്ല. എന്നാൽ അവിടെ എൻ്റെ സന്തോഷം അവസാനിക്കുന്നില്ല. ഞാൻ ഇരുന്നതായ അതേ നിമിഷത്തിൽ എൻ്റെ പിതാവ് 1946 മുതൽ 1972 വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ജീവിതം
ചെലവഴിച്ച് അവസാനത്തെ 7 വർഷക്കാലം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറിയായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പിതാവ്, സൈക്കിൾ എറിയാച്ചെന്ന അപരനാമത്താൽ കേരള രാഷ്ട്രീയത്തിൽ അറിയപ്പെട്ടുകൊണ്ടിരുന്ന എൻ്റെ വന്യപിതാവ് വാവിട്ട് നിലവിളിച്ചുകൊണ്ട് എഴുന്നേറ്റെന്ന് പറഞ്ഞ്, കർത്താവേ, ഞാൻ മഹാഭാവിയായ ഒരു മനുഷ്യനാണ്, ഇന്ന് രാത്രിയിൽ എന്നെ നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ നടന്നതായിരിക്കുന്ന കൂട്ടക്കരച്ചില, ഭയങ്കരമായ കൂട്ടക്കരച്ചിൽ. രാത്രി 12:30 ആയപ്പോഴാണ് മീറ്റിംഗ് അവസാനിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആ കൂട്ടായ്മയുടെ ലീഡറിനോട് പറഞ്ഞു, അടുത്ത ചൊവ്വാഴ്ചയും ഞങ്ങളുടെ വീട്ടിൽ കൂട്ടായ്മ വേണമെന്ന് ആദ്യമേ പറഞ്ഞത് ഞാനാണ്. അന്നും പറഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ നിരന്തരം കൂട്ടായ്മ നടത്തുവാനായിട്ട് തുടങ്ങി. 1972 ഓഗസ്റ്റ് മാസം 14 രാത്രിയിലാണ് ഞാൻ എൻ്റെ പിതാവും യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്നത്. അതിലെ 2ാമത്തെ ചൊവ്വാഴ്ച 1972 ഓഗസ്റ്റ് മാസം 28 രാത്രി എൻ്റെ അമ്മച്ചിയിൽ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. ആ തൊണ്ടയ്ക്ക് മാത്രം അല്പം അനക്കം മാത്രമേ ഉള്ളൂ. ദൈവമക്കൾ വരാന്തയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അകത്തെ ഉൾമുറിയിൽ മരണവുമായി മല്ലടിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ അമ്മച്ചിയുടെ ശരീരത്തോടി പെട്ടെന്ന് ഇലക്ട്രിക് ഷോക്ക് അടിക്കുന്ന പോലെ ശക്തിയേറിയ ഒരു അനുഭവം ഉണ്ടായി. ആരുടെയെങ്കിലും സഹായമില്ലാതെ തന്നെ ഒന്ന് എഴുന്നേറ്റിരിക്കുവാൻ കഴിയാത്ത എൻ്റെ മാതാവിന് തന്നെ ഒന്ന് എഴുന്നേറ്റിരിക്കണമെന്ന് തോന്നി. അമ്മച്ചി കൈ ആ തലകണയെ കൊത്തിക്കൊണ്ട് മെല്ലെ ശാന്തമായി എഴുന്നേറ്റിരുന്നു. ആരുടെയെങ്കിലും സഹായമില്ലാതെ തന്നെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുവാൻ കഴിയാത്ത എൻ്റെ മാതാവിന് തന്നെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കണമെന്ന് തോന്നി. എൻ്റെ അമ്മച്ചി അന്ന് രാത്രിയിൽ പരസഹായം കൂടാതെ തന്നെ എഴുന്നേറ്റിരുന്നു. ആരുടെയെങ്കിലും സഹായമില്ലാതെ തന്നെ ഒരു സ്റ്റെപ്പ് നടക്കുവാൻ കഴിയാത്ത എൻ്റെ മാതാവിന് തന്നെ ഒന്ന് നടക്കണമെന്ന് തോന്നി. എൻ്റെ അമ്മച്ചി ലോകത്തിലെ വിദഗ്ധന്മാരായ ഡോക്ടേഴ്സ് ഇവളിൽ 2 കാലുള്ളവളായി എഴുന്നേറ്റ് നടക്കുകയില്ല എന്ന് വിധി എഴുതി ഉപേക്ഷിക്കപ്പെട്ട എൻ്റെ പെറ്റതള്ള ദൈവത്തിൻ്റെ അത്ഭുത സ്പർശനത്താൽ അന്ന് രാത്രിയിൽ 2 കാലിൽ നിലത്തുറപ്പിച്ച് കൂട്ടായ്മയുടെ നടുവിലേക്ക് കടന്നു വന്ന് ആത്മാവിൽ നൃത്തം ചെയ്തു. ഹല്ലേലൂയ. തുടർന്ന് 46 വർഷക്കാലം എൻ്റെ അമ്മച്ചി 2 കാലവളവളായി ഭൂമിയുടെ പേരിൽ കർത്താവിനെ സാക്ഷിച്ചുകൊണ്ട് ജീവിച്ചു. ഇപ്പോൾ 5 വർഷമായി എൻ്റെ അമ്മച്ചി ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതാണ് ഈ അമ്മച്ചിയുടെ രോഗവുമായി ബന്ധപ്പെട്ടാണ് സാർ ഈ രക്ഷയുടെ അനുഭവം. അമ്മച്ചിയുടെ അത്ഭുത സൗഖ്യത്തോടുള്ള ബന്ധത്തിലാണ് ഞാൻ ഈ രക്ഷയുടെ അനുഭവം. അന്ന് അത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രവർത്തനമൊക്കെ ആയിരുന്നുകൊണ്ട് ആ ദേശത്തൊരു വലിയ സാക്ഷ്യമായി. അതൊരു വലിയ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ അത് ഒരു ഉണർവിൻ്റെ ആരംഭമായിരുന്നു. പില്ലാട്ട് അങ്ങനെ തലനരയ്ക്കാത്ത ആൾക്കാർ സാക്ഷ്യം പറയുന്നതൊക്കെ വളരെ കുറവായിരുന്നു. പിന്നീട് 55 ചെറുപ്പക്കാർ അതിൻ്റെ ഫലമായി യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ കർത്താവിനെ സാക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദൈവമില്ല എന്നുള്ള ഒരു സിദ്ധാന്തമാണ് അവരുടെ, അല്ലേ? അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി അദ്ദേഹത്തിന്റെ ഭവനത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുകയും തൻ്റെ ഭാര്യയ്ക്ക് ഒരു സൗഖ്യം ലഭിക്കുകയും ചെയ്ത ആ ദേശത്തൊരു വലിയ സാക്ഷ്യമായി. പിന്നീട് എന്നാണ് സാറിന് തോന്നിയത്, ഞാൻ എന്തായാലും രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വന്നു, സമാധാനം അനുഭവിച്ചു, ഇനി എനിക്ക് ഈ ക്രിസ്തുവിനെ പ്രസംഗിക്കണം, മറ്റുള്ളവരോട് അറിയിച്ചു കൊടുക്കണം എന്നൊരു തീരുമാനത്തിൽ എത്താനുള്ള എന്നാണ് അങ്ങനെ താല്പര്യമുണ്ട്? അതിന് 2 മുഖാന്തരമുണ്ടായി. ഒന്ന്, ഞാൻ രക്ഷിക്കപ്പെട്ട് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കൂട്ടായ്മയിൽ ലീഡർ പറഞ്ഞു, അടുത്ത ചൊവ്വാഴ്ച ബാബുക്കുട്ടി പ്രസംഗിക്കണമെന്ന് പറഞ്ഞു. അന്നൊക്കെ ഞങ്ങളുടെ കൂട്ടായ്മയിൽ 400-450 പേരൊക്കെ ഉണ്ട്. ഭയങ്കര ആളുകൂടാ. ഞങ്ങളുടെ പള്ളിയിൽ തന്നെ 500-ഓളം വീട്ടുകാരുള്ള, അത് ഞങ്ങളുടെ ചുറ്റുപാടുള്ള പള്ളിക്കാരും മറ്റ് ഇതര സഭക്കാരും ഒക്കെ കൂടുമായിരുന്നു. അപ്പം ഞാൻ പ്രസംഗിക്കണമെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നി ഞാൻ പ്രസംഗിച്ച് ശീലിച്ചിട്ടുള്ളവനാണ്, പ്രസംഗത്തെപ്പറ്റി എനിക്ക് ഭയമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ പ്രസംഗിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ഇന്ന് ഞാൻ ഒരുപാട് ബുക്സ് വായിക്കുകയും റെഫർ ചെയ്യുകയും എഴുതുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ ശൗലിൻ്റെ മാനസാന്തരം എൻ്റെ സാക്ഷ്യത്തോടനുബന്ധിച്ച് ഒരു പ്രസംഗമാക്കി നല്ല ഭംഗിയായിട്ട് എഴുതി ഫുൾ സ്റ്റാപ്പ് പേപ്പറിൻ്റെ 4 പേജിൽ ഒരു പ്രസംഗം എഴുതി. അത് നല്ലപോലെ ഹൃദയസ്ഥമാക്കി. കൂട്ടായ്മയുടെ ദിവസമായി പാട്ടുപാടി പ്രാർത്ഥിച്ചു. കൂട്ടായ്മയുടെ ലീഡർ പറഞ്ഞപ്പോൾ നമ്മുടെ ബാബുക്കുട്ടി പ്രസംഗിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞു. അന്ന് ഞാൻ നല്ലൊരു വെള്ള ഉടുപ്പ് തേച്ച് ടിപ്പ് ടോപ്പിൽ ആദ്യത്തെ പ്രസംഗമല്ലേ, ഞാൻ അങ്ങോട്ട് എഴുന്നേറ്റ് ഇന്ന് ഉടുപ്പ് ഇങ്ങനെ പിടിച്ചിട്ട് എല്ലാവരെയും ഒന്ന് നോക്കി, എന്നിട്ട് ഉറക്കെ പറഞ്ഞു പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഈ പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കാണാൻ പഠിച്ചെല്ലാം മറന്നുപോയി. പ്രൈസ് ദി ലോർഡ് കഴിഞ്ഞ് എന്താ പറയേണ്ടത് എനിക്കൊന്നും അറിയാൻ വയ്യ. എൻ്റെ തലയിലെ മുഴുവൻ കാര്യങ്ങളും വാഷ് ഔട്ടായി. ആൾക്കാരെല്ലാം ഇങ്ങനെ തുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ വളരെ ലജ്ജിതനായി ഒരു വാക്കുകൂടെ പറയാതെ തോറ്റു തൊപ്പിയിട്ട് നിരാശിതനായി ഞാൻ ആ കൂട്ടായ്മയുടെ നടുവിൽ പോരും. അപ്പം ഞങ്ങളുടെ കൂട്ടായ്മയുടെ ഒരു അപ്പച്ചനുണ്ട്. അപ്പച്ചന് മക്കളില്ല, ഞങ്ങളൊക്കെ അപ്പച്ചൻ്റെ മക്കൾ. അപ്പച്ചൻ എന്നെ ഇങ്ങനെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ച് തൻ്റെ ശരീരത്തോട് ചേർത്ത് പിടിച്ച് ഈ 2 ചെള്ളയ്ക്കും ഓരോ ചുമ്മനം തന്നു. എന്നിട്ട് പറഞ്ഞു, മോനെ, പരാജയപ്പെട്ട 2 വാക്കിൻ്റെ മുമ്പിൽ നീ ദൈവത്തോട് വിശ്വസ്തനായിരുന്നാൽ ദൈവം തന്നെ ലോകമറിയപ്പെടുന്നൊരു പ്രസംഗനായി തീരുന്നു. അതെൻ്റെ ജീവിതത്തിൽ വലിയൊരു ബൂസ്റ്റിംഗ് ആയി തീർന്നു. അന്ന് മുതൽ ഞാൻ വിചാരിച്ചു, അപ്പോൾ ദൈവം എന്നെ രഹസ്യമായിട്ടൊരു കാര്യം പഠിപ്പിച്ചു.
നീ കോളേജിൽ പ്രസംഗിച്ചിട്ടുണ്ട്, സ്റ്റേജിൽ പ്രസംഗിച്ചിട്ടുണ്ട്, പക്ഷേ എന്നെ കൂടാതെ നിനക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. അതെന്നെ വളരെ അധികം പഠിപ്പിച്ചു. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം ഇരിക്കുക. ആ ഡിസംബറിൽ തന്നെ ഇത് ഓഗസ്റ്റ് ലാസ്റ്റ് സംഭവം നടക്കുന്നത്. ആ ഡിസംബറിൽ ഞങ്ങളുടെ അടുത്ത് ഐരാക്കാവ് യൂണിയൻ കൺവെൻഷൻ എന്ന് പറയുന്നതായ ഒരു വലിയ കൺവെൻഷനുണ്ട്. ആ കൺവെൻഷന് 2 ദിവസം പ്രസംഗിക്കേണ്ടത് പുനലുകാരനൊരു കോശി വൈദ്യൻ, പാസ്റ്റർ കോശി വൈദ്യന, ശക്തനായ ഒരു ഗുണപ്രസംഗന, ഭയങ്കര ആൾ കൂടിയിരിക്കുക. പക്ഷേ ഇവർ ഒരു പാഠപുസ്തകത്തിലെ പാട്ട് മുഴുവൻ പാടിയിട്ടും പ്രസംഗം വന്നിട്ടില്ല. അവർക്ക് ആകെപ്പാട് വലിയ പ്രയാസമായി. അപ്പം മുമ്പേ പറഞ്ഞ അപ്പച്ചനുണ്ടല്ലോ, അപ്പച്ചൻ എൻ്റെ അടുക്ക് വന്ന് പറഞ്ഞു, മോനെ ഭയങ്കര ആൾ കൂടിയിരിക്കുക, പ്രസംഗം വന്നിട്ടില്ല, മോനെ കാര്യം ചെയ്യും, പ്രസംഗം വരുന്നതിന് വരെ നീ ഒന്ന് പ്രസംഗിക്കുക. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ പ്രസംഗിക്കല്ലോ, ഒരു പ്രസംഗം ഞാൻ ചെയ്തത് അനുഭവമുണ്ട്. ഉടനെ അപ്പച്ചൻ എന്നോട് പറഞ്ഞടാ, ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. ആ വാക്യം എടുത്തിട്ട് പറഞ്ഞു, നീ വാക്യത്തോട് ചേർന്ന് നിൻ്റെ അനുഭവങ്ങളും ദൈവം തരുന്നതായിരിക്കുന്ന ആലോചനയും അറിയിക്കുക. ഇനിയും മോശമായാൽ അവർ പിന്നെ വിളിക്കേണ്ടെന്നേ ഉള്ളല്ലോ, അതുകൊണ്ട് നീ ഒന്ന് പ്രസംഗിക്കണം. പറഞ്ഞ് അപ്പച്ചനെ എൻ്റെ കൈ അപ്പച്ചൻ്റെ കക്ഷത്തിൽ പിടിച്ചുകൊണ്ട് വലിച്ച് സ്റ്റേജ് എടുക്കുക കൊണ്ട് പറഞ്ഞു, ഇവൻ എന്ന് പ്രസംഗിക്കുമെന്ന് പറഞ്ഞു. അവർക്ക് വലിയ സന്തോഷമായി. അവർ പ്രാർത്ഥന കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇപ്പോൾ നമ്മുടെ ബാബുക്കുട്ടി, അന്ന് ഞാൻ ബാബുവിലാണെന്നൊന്നും അറിയപ്പെട്ടിട്ടില്ല, ബാബുക്കുട്ടി പ്രസംഗിക്കുന്നതായിരിക്കും. ഞാൻ എഴുന്നേറ്റ് അപ്പച്ചൻ നന്ന ഈ വാക്യം എടുത്ത് പ്രസംഗിച്ചു. വാക്യം എടുത്ത് എൻ്റെ ജീവിതത്തോട് അനുബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. 1 മണിക്കൂർ പ്രസംഗിച്ചു. പ്രസംഗം കഴിഞ്ഞാൽ ഇവരെല്ലാം പറയാം, നാളെ ആ മറ്റേ പുള്ളി വരണ്ട, നീ തന്നെ പ്രസംഗിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു സാക്ഷ്യമുള്ളൂ, അത് ഞാൻ മുഴുവൻ പറഞ്ഞു, ഇനി എനിക്ക് നാളെ ഇല്ല, എന്നാലും സാറിയില്ല, കുഴപ്പമില്ല, പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം ഞാൻ പ്രസംഗിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവത്തിന് എന്നെപ്പറ്റി എന്തോ ഒരു ഉദ്ദേശമുണ്ട്. അങ്ങനെ ഞാൻ ഈ സുവിശേഷം എല്ലാവർക്കും, പ്രത്യേകിച്ച് എനിക്ക് എൻ്റെ ചെറുപ്പക്കാർ, അന്ന് ഞാൻ നിങ്ങളുടെ പുല്ലാട് 80-85% ഹിന്ദുക്കൾ പാർക്കുന്ന പ്രദേശമാണ്. ചെറുപ്പക്കാരെല്ലാം ഇങ്ങനെ ഹൈന്ദവ സ്വാധീനത്തിൽ മദ്യപാനങ്ങളായി കിളിക്കൂത്തും കളിച്ച് ഇങ്ങനെയൊക്കെ നടക്കുന്നത്. അപ്പോൾ ഈ ചെറുപ്പക്കാരെ കുറിച്ചുള്ള വലിയ ഭാരമുണ്ടായി. ചെറുപ്പക്കാരുടെ ഇടയിൽ കർത്താവിന് വേല ചെയ്യണമെന്നുള്ള ഒരു വലിയ ആഗ്രഹമുണ്ടായി. അതോടൊപ്പം കിട്ടുന്ന അവസരങ്ങൾ കർത്താവിനെ സാക്ഷിക്കാനായിട്ട് ഒരവസരം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, പ്രത്യേകിച്ച് എൻ്റെ കൂട്ടുകാർ മുഴുവൻ 70 വയസ്സ് കഴിഞ്ഞ അപ്പച്ചന്മാരും അമ്മച്ചിമാരും, എനിക്കങ്ങ് ഭയങ്കര ബോറടിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് ചെറുപ്പക്കാരെ തരണം, ഇല്ലെങ്കിൽ ഞാനങ്ങ് മടങ്ങിപ്പോയി, എനിക്ക് ചെറുപ്പക്കാരെ തരണം. അപ്പോൾ ഞാൻ നല്ലപോലെ പ്രാർത്ഥിക്കും. പകൽ കാണുന്നതായ ചെറുപ്പക്കാർ ആൺകുട്ടികളോടെല്ലാം യേശുവിനെ പറ്റി പറയും. അങ്ങനെ ഇരിക്കുമ്പം കർത്താവ് എനിക്ക് ഒരാളിനെ തന്നു. അപ്പം ഞങ്ങൾ 2 പേരും കൂടെ വിചാരിച്ചടാ, നമ്മൾ 2 പേരിൽ ഒരാൾ പനിയോ അസുഖമായി കഴിഞ്ഞാൽ പിന്നെ ഒരാൾ അതിൽ, അതുകൊണ്ട് നമുക്ക് ഇനിയും ചെറുപ്പക്കാർ ഞങ്ങൾ 2 പേരും എന്നും പ്രാർത്ഥിക്കും, കാണുന്നവരോട് യേശുവിനെ പറ്റി പറയും. അങ്ങനെ കർത്താവ് ഒരാളെ കിടന്നു. 3 പേരും കൂടി ഞങ്ങൾ കൊച്ച് പ്രേയർ സെൽ സ്റ്റാർട്ട് ചെയ്തു. ആ പ്രാർത്ഥന ദൈവം ശക്തീകരിച്ചു. 3 30 30 90 300 3000 അങ്ങനെ 100 കണക്കിന് ചെറുപ്പക്കാർ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എല്ലാ മാസവും 4-ാം ഞായറാഴ്ച ഒന്നിച്ചു കൂടി കർത്താവിനെ സാക്ഷിക്കുന്നതായ റിവൈവൽ യൂത്ത് മൂവ്മെൻറ്റ്, ആ പ്രസ്ഥാനം ആരംഭിച്ചത് അങ്ങനെ. നമ്മുടെ ജോയി പുല്ലാട് എന്ന് പറയുന്നതായ പ്രസിദ്ധനായിരിക്കുന്നതായ കൺവെൻഷൻ പ്രസംഗൻ അന്ന് അതിൻ്റെ ലീഡറായിരുന്നു. അനിൽ മാരാമൺ എന്ന് പറയുന്നതായിരിക്കുന്നതായ ഒരു അനുഗ്രഹിക്കപ്പെട്ട കൺവെൻഷൻ പ്രസംഗനുണ്ട്. അവൻ അതിനകത്ത് ഗാനത്തിൻ്റെ ഗായക സംഘത്തിൻ്റെയൊക്കെ ചുമതല വഹിച്ചു. ജോളി മാരാമൺ, അങ്ങനെ ഇന്ന് അനേക ചെറുപ്പക്കാർ കർത്താവിൻ്റെ ഭാഗത്തേക്ക് ഇന്ന് കൺവെൻഷൻ പ്രസംഗരായിട്ട് വന്നതൊക്കെ ആ ഒരു ടീമിൻ്റെ മുഖാന്തരത്തിൽ കൂടിയാണ്. ഇപ്പോൾ എത്ര വർഷമായി സാർ ഈ സുവിശേഷ വേല ചെയ്യുന്നു? ഞാൻ പറഞ്ഞ 52 വർഷമായി. 52 വർഷത്തെ ഒരു വലിയ അനുഭവമുണ്ട്. ഈ 52 വർഷം കൊണ്ട് ഏതൊക്കെ സ്ഥലങ്ങളിൽ സാറ് പോയി സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ട്? ഞാൻ ഇന്ത്യയിലെ ഒരുമാതിരിപ്പെട്ട മിക്കവാറും എല്ലാ സ്റ്റേറ്റുകളിലും പോയിട്ടുണ്ട്. പിന്നെ അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ, ഹോളണ്ട്, പിന്നെ UK, സിംഗപ്പൂർ, മലേഷ്യ, ഓസ്ട്രേലിയ, അങ്ങനെ ഞാനങ്ങനെ ഒരു ലിസ്റ്റ് ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല. കർത്താവ് വായിക്കുന്നിടത്ത് പോകുക. എന്തായാലും ഒരുപാട് രാജ്യങ്ങളിൽ കടന്നുപോയി സുവിശേഷം പ്രസംഗിക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇവിടെ ആയി ജീവിച്ചിരുന്നെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി ജീവിച്ചു. ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരനായി ജനിച്ച് ചിലപ്പോൾ എനിക്ക് നമ്മുടെ ലോകപ്രകാരം നോക്കിയാൽ ഭാഗ്യമുണ്ട്, ഒരു മന്ത്രിയായിട്ടോ അല്ലോ ജീവിക്കാമായിരിക്കും. പക്ഷേ കർത്താവിന് വേണ്ടി ഒന്നും പ്രവർത്തിക്കുന്നില്ല. മന്ത്രിയായി ജീവിച്ചു, എനിക്കൊരു ദേശീയ വെടിയൊക്കെ വെച്ച് ഒരു ശവസംസ്കാരം കിട്ടുമെന്നല്ലാതെ നിത്യതയെപ്പറ്റി ഒരു ഒന്നുമില്ല. എന്തായാലും ഈ 52 വർഷത്തെ ജീവിതാനുഭവം അതൊരു വലിയ സംഭവങ്ങളാണ്. അപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ സാറിന് ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കുന്ന ചില സംഭവങ്ങൾ, അതായത് ദൈവം അത്ഭുതകരമായിട്ട് തന്നെ
വഴി നടത്തി എന്ന് പറയത്തക്ക രീതിയിലുള്ള ചില സംഭവങ്ങളൊക്കെ? ദൈവം അത്ഭുതകരമായി സംഭവിച്ചതായ ഒരു കാര്യമുണ്ട്, ഒരുപാടുണ്ട്. 1998 ഓഗസ്റ്റ് മാസം 20 അമേരിക്കയിൽ ഫിലദൽഫിയയിൽ മർത്തോമപ്പള്ളിയുടെ കൺവെൻഷൻ ഞാൻ പ്രസംഗിക്കാനായിട്ട് അതിൻ്റെ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുക. അപ്പം എൻ്റെ നെഞ്ചിനകത്തൊരു വലിയ വേദന. കുറച്ച് നേരം ഞാൻ തിരുമ്പിപ്പോൾ അത് വേദന വർദ്ധിച്ചു വരിക. അപ്പം ഞാൻ ആ വീട്ടുകാരോട് പറഞ്ഞു നെഞ്ചിനകത്ത് അതിഭയങ്കരമായ വേദനയോട് പറഞ്ഞു. ആ വീട്ടിലെ ഗ്രഹനായിക ഒരു രജിസ്റ്റേർഡ് നേഴ്സാണ്. അവളോട് തന്നെ പരിശോധിച്ചിട്ട് പറഞ്ഞു ബ്രദർ പ്രഷറൊക്കെ നോർമലാണ്, ഒരു പക്ഷേ ഗ്യാസിൻ്റെ ആയിരിക്കും പറഞ്ഞ ഒരു ഗുളികയും അല്പം വെള്ളവും തന്നു. അന്ന് രാത്രി ഞാൻ കർത്താവിൻ്റെ മടങ്ങിവരുവിനെ പറ്റി പ്രസംഗിക്കുക. ആ പ്രസംഗങ്ങളുടെ 1/4 ഭാഗമായപ്പോൾ അതിഭയങ്കരമായ വേദന, എൻ്റെ ചങ്ക് പറഞ്ഞു പോകുന്ന പോലെ ഒരു അനുഭവമാണ്. ഞാൻ അപ്പോൾ ഈ എൻ്റെ ബുദ്ധിമുട്ട് കണ്ട് വാക്കിൻ്റെ സ്ഫുടതയിൽ നിന്ന് നഷ്ടപ്പെടുത്തണം. അപ്പം കാരണം അച്ഛൻ പറഞ്ഞു പ്രസംഗം നിർത്തി നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ പ്രസംഗിക്കാൻ വന്നതാ, മരിച്ചാൽ എൻ്റെ ഡെഡ് ബോഡി നിങ്ങൾ നാട്ടിൽ അയക്കണമെന്ന് പറഞ്ഞു. അന്ന് ഞാൻ കർത്താവിൻ്റെ മടങ്ങിവരവിനെ പറ്റി പ്രസംഗിച്ച് അവസാനിപ്പിച്ചു. അപ്പോൾ ഈ ആൾക്കാരെല്ലാം കൂടെ വന്നിട്ട് പറഞ്ഞു നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റിയില്ല, 1:30 ഫ്ലൈറ്റിന് എനിക്ക് അറ്റ്ലാന്റ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോകണം, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ അറ്റ്ലാന്റയിൽ ചെന്നിട്ട് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു ബ്രദറെ യാത്രാമധ്യേ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് ബ്രദറിനെ സ്പോൺസർ ചെയ്തവർക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ പറഞ്ഞു ഞാൻ ഒരു ദൈവദാസൻ, ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയില്ല, നിങ്ങളെന്നെ ദയവായിട്ട് ഇന്ന് രാത്രി ഫ്ലൈറ്റിൽ വിടണമെന്നു. അങ്ങനെ രാത്രിയിൽ അവരെന്നെ എയർപോർട്ടിൽ കൊണ്ടുവിട്ട് ഞാൻ ആ പ്ലെയിനിൽ കയറി. പ്ലെയിൻ പറന്നുയർന്നു. ഒരു 20,000-25,000 അടി ഇങ്ങനെ ഉയരുമ്പോൾ 3ാമത്തെ അറ്റാക്ക്. എൻ്റെ നെഞ്ച് പറഞ്ഞു പോകുന്ന പോലുള്ള വേദനയാണ്. എൻ്റെ ശരീരം മുഴുവനും അങ്ങ് വേർത്തു. അപ്പോൾ എൻ്റെ അടുത്ത ഒരു അമേരിക്കക്കാരത്തെ ലേഡി ഇരിപ്പുണ്ട്. ഞാൻ അവളെ ഇങ്ങനെ തട്ടിയിട്ട് പറഞ്ഞു ഞാൻ മരിക്കാൻ പോകുന്നു പറഞ്ഞു. അവളെന്നെ നോക്കി എന്നും പറഞ്ഞു ഒറ്റ അലർച്ചയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ചെയ്യുന്നവനെ അവളാണോ മരിക്കാൻ പോകുന്നത്, ഞാനാണോ മരിക്കാൻ പോകുന്നത്. അവൾ അലറിയണമെന്നായി അവിടെ അലർച്ച കേട്ടുകൊണ്ട് എയർ ഹോസ്റ്റസ് ഒക്കെ ഓടി വന്നു. എന്നോട് ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചു. ഞാൻ അവരോട് പറഞ്ഞു ഐ ആം ഡൈയിങ് എന്ന് പറഞ്ഞു. പെട്ടെന്ന് അവർ തിരിച്ചോടി ഫ്ലൈറ്റിൻ്റെ ചാർട്ട് എടുത്ത് നോക്കി ആരെങ്കിലും ഡോക്ടേഴ്സ് ഉണ്ടോ, ആരുമില്ല. അവർ അനൗൺസ് ചെയ്തു ആരെങ്കിലും ഡോക്ടേഴ്സ് നേഴ്സസ് ഉണ്ടോ ഒന്നും പറഞ്ഞില്ല. ഉള്ള വെള്ളമായിട്ട് അവർ മടങ്ങി വന്നു. ഞാൻ ആ വെള്ളം എടുത്ത് കുടിക്കാതെ അത് ഇരിക്കേണ്ട സ്ഥലത്ത് വെച്ചു, കണ്ണുകളെ അടച്ചു. എൻ്റെ ശരീരത്തിന് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു പ്രത്യേക അനുഭൂതിയിലേക്ക് ഞാൻ പ്രവേശിക്കുക. പെട്ടെന്ന് എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളെ ഓർമ്മ വന്നു. ആ ബോർഡിംഗ് പാസ് എടുത്ത് ഇവർക്ക് ഒറ്റ വാചകത്തിൽ എഴുത്തെഴുതി പപ്പ പോകുന്നു, നമുക്കിനി നിത്യത വെച്ച് കാണാം എന്ന് പറഞ്ഞ് ഒരു വാഴ എഴുതി എൻ്റെ സിഗ്നേച്ചർ കൊടുത്തു. അന്നത്തെ ഡേറ്റ് എഴുതി വായിച്ച് നോക്കി സമയം കുറിച്ചിട്ട് പോക്കറ്റ് പണി കർത്താവേ ഞാനിതാ ഒരുങ്ങിയിരിക്കുന്നു പറഞ്ഞു. അപ്പോൾ ഈ അമേരിക്കക്കാരത്തിൽ ലേഡി ഇങ്ങനെ എന്നെ തല്ലിടുന്നുണ്ട്. എന്നാൽ അമേരിക്കക്കാരത്തി സ്ത്രീയെ കൂടാതെ ഒരു അദൃശ്യമായ ശക്തി എന്നെ സ്പർശിച്ചു. എൻ്റെ ഉച്ചയ്ക്ക് തിളപ്പിച്ച് എണ്ണ വീഴുന്ന പോലെ ഒരു അനുഭവം. ആ ചൂട് എൻ്റെ ചെറുതും വലുതുമായിരിക്കുന്ന എല്ലാ നാടിഞരമ്പുകളിലേക്ക് വ്യാപിക്കുക. പ്ലെയിനിൽ നിന്ന് അറ്റ്ലാന്റ എയർപോർട്ടിൽ മെസ്സേജ് കൊടുത്തു, സീരിയസ് ഹാർട്ട് അറ്റാക്കുള്ള ഒരു ചെറുപ്പക്കാരനുമായി ഞങ്ങൾ വരികയാണ്. പ്ലെയിൻ ലാൻഡ് ചെയ്തപ്പോൾ ഒരു കൂട്ടം ഡോക്ടേഴ്സ് എന്നെ വളരെ മണിക്കൂറുകൾ പരിശോധിച്ചു. അവർക്ക് പിടികിട്ടാത്തതായ ഒരു യാഥാർത്ഥ്യം, ശക്തമായൊരു ബ്ലോക്ക്, അതാര് ഓപ്പറേറ്റ് ചെയ്തു, ഈ ബ്ലോക്ക് എങ്ങനെ മാറിക്കിട്ടി, ഇവരെങ്ങനെ സൗഖ്യം കിട്ടി, അവിടെ ശാസ്ത്രത്തെ പിടിയേറ്റില്ല. തമ്പുരാൻ ഒരു വ്യക്തിയെ തൊട്ടാൽ അതനുഗ്രഹം, അതെൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വയസ്സിലായിരുന്നു ഈ സംഭവം. അതെനിക്ക് ഒന്നത് ഞാൻ 28-29 വയസ്സിലായിരുന്നു. അപ്പോൾ 28ാമത്തെ വയസ്സിൽ അത്രയും വലിയൊരു അനുഭവം സാറിനുണ്ടായി. പിന്നീട് ഉണ്ടായ അനുഭവങ്ങൾ എന്തൊക്കെയാണ്? പിന്നീട് ഉണ്ടായെന്ന് പറഞ്ഞാൽ എൻ്റെ ബർത്ത്ഡേ ജാനുവരി 1. 2015 ഡിസംബർ മാസങ്ങളിൽ ഞാൻ ബോംബെയിലുള്ളതായിരിക്കുന്നതായ പല കൺവെൻഷനിൽ പ്രസംഗിക്കുക. അപ്പോൾ ജാനുവരി 1 എൻ്റെ ബർത്ത്ഡേ ആണെന്ന് അറിഞ്ഞുകൊണ്ട് എൻ്റെ ഒരു കസിൻ പറഞ്ഞു, ബാബുജാ നാളെ ബർത്ത്ഡേ അല്ലേ, എൻ്റെ വീട്ടിൽ നമുക്ക് ആഘോഷിക്കും, രാവിലെ ഞാൻ കാറും കൊണ്ട് വരാം, പിന്നെ ബാബുജാൻ ഒരുങ്ങിയിരുന്നാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞു നീ കാറും കൊണ്ട് വരണ്ട, എനിക്ക് നടന്ന് പോകാനുള്ള വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ, ഒരു റെയിൽവേ പാളം ക്രോസ് ചെയ്താൽ ഇതുപോലെ അക്കരെ അവൻ്റെ വീടാണ്, അതുകൊണ്ട് പറഞ്ഞു ഞാൻ നടന്നു വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഡ്രസ്സ് ചെയ്ത് നടന്നങ്ങോട്ട് പോകാനായിട്ട് പോവുക. ആ റെയിൽവേ പാളത്തിൽ കയറുന്നതിന് മുമ്പ് ഞാൻ നോക്കി ട്രെയിൻ വരുന്നുണ്ട്, 2 സൈഡ് ട്രെയിൻ വരുന്നില്ല എന്ന് മനസ്സിലായി. ഞാൻ കാലെടുത്ത് പാളത്തിൽ വെച്ചു. 1, 2, 3ാമത്തെ സ്റ്റെപ്പ് വെക്കുമ്പോൾ അതിഭയങ്കര ഒരു എക്സ്പ്രസ് ട്രെയിൻ അതിഭയങ്കരമായ സ്പീഡിൽ ഇങ്ങനെ വരിക. ആ ഡ്രൈവർ ഇങ്ങനെ ഓണം ഞെക്കി, അയാൾ കണ്ട് ഞാൻ അവിടെ നിൽക്കുന്നത്. അപ്പോൾ എന്നെ രക്ഷിക്കാൻ വേണ്ടി അയാൾ ഇങ്ങനെ ഓണം ഞെക്കി അടിക്കുക. പക്ഷേ ഈ ട്രെയിനിൻ്റെ വരവെല്ലാം കണ്ടപ്പോൾ എൻ്റെ കാലനങ്ങുന്നില്ല, ഞാനങ്ങ് നിശ്ചലനായി. അപ്പോൾ ഇതിങ്ങനെ അടുത്ത് വരിക. എനിക്ക് മനസ്സിലായി ഇതെൻ്റെ അവസാന മണിക്കൂറാണ്. ഞാൻ കണ്ണടച്ച് എൻ്റെ ദൈവമേ എന്നൊരൊറ്റ നിലവിളി വിളിച്ചു. ആ ദൈവമേ എന്നുള്ള നിലവിളി അവസാനിക്കുമ്പോൾ
ആരോ ഒരുത്തൻ ചാടി ഇറങ്ങി എന്നെ ഇങ്ങനെ പൂച്ചക്കുട്ടിയെ എടുക്കുന്ന പോലെ പൊക്കിയെടുത്ത് ഒരൊറ്റ ഏറി. ഞാൻ അപ്പുറത്ത് ചെന്ന് മുട്ടുകുത്തി വീണു. മുട്ടുകുത്തി വീഴുന്നതിന് മുമ്പ് ഞാൻ ട്രെയിൻ പാസ് ചെയ്തു പോയി. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ രക്ഷിച്ച ഈ മനുഷ്യൻ ട്രെയിനിനടിയിൽ പോയില്ല, അവർ താവുന്നു. ഞാൻ ആ മുട്ട കിടന്നുകൊണ്ട് തന്നെ നോക്കിയപ്പോൾ വേണമെങ്കിൽ ആരുടെയും മനുഷ്യ ശരീരമില്ല. ഞാൻ എഴുന്നേറ്റ് നോക്കി ആരെയും കാണില്ല. ഈ പാളത്തിന് നടുക്ക് വന്നു, അങ്ങോട്ട് നോക്കി ഇങ്ങോട്ടും നോക്കി ആരെയും കാണുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ പ്രഭാതത്തിൽ എന്നെ രക്ഷിച്ചത് ആരാ? എനിക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്നതായ പുത്രൻ തമ്പുരാൻ. എൻ്റെ നിലവിളിയുടെ ശബ്ദം കേട്ടപ്പോൾ ദൂതനെ വിട്ടു പറഞ്ഞു, നീ ആ ചെറുപ്പക്കാരനെ പോയി രക്ഷിക്കാൻ. ഇന്ന് ലോകത്തോട് ഈ സാക്ഷ്യം പറയാൻ അവനെ ഞാൻ ഒരുക്കിയിരിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൻ്റെ ഒരു വലിയ അനുഭവം. അപ്പം ഒരുപാട് അനുഭവങ്ങൾ സാറിന് പറയാനായിട്ടുണ്ട്. ഇപ്പോൾ ഈ 52 വർഷം സുവിശേഷ വേല ചെയ്യാൻ സാധിച്ചതൊരു വലിയ ഭാഗ്യമാണ്. വലിയ ഭാഗ്യം എന്ന് പറയാൻ ഭയങ്കര ഭാഗ്യം. സാറിൻ്റെ ഈ സുവിശേഷ പ്രസംഗങ്ങൾ കൊണ്ട് രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്ന ആളുകൾ ഒരുപാട് പേര് അവരുടെ സാക്ഷ്യം ഞാൻ ചെല്ലുമ്പോഴൊക്കെ പറയും, ബാബുജാൻ്റെ പ്രസംഗത്തിലെ ഞാൻ മാനസാന്തപ്പെടുന്നെന്ന് പല അച്ഛന്മാർ പറഞ്ഞിട്ടുണ്ട്, സുവിശേഷകർ പറഞ്ഞിട്ടുണ്ട്, പെന്തിക്കോസിലെ പാസ്റ്റേഴ്സ് പറഞ്ഞിട്ടുണ്ട്, ലോകത്തിന് ഒരുപാട് സ്ഥലങ്ങളിൽ അങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇതിനെയൊന്നും കണക്കെടുക്കുകയോ അല്ലെങ്കിൽ ലിസ്റ്റ് ഉണ്ടാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഈ സഭാ വ്യത്യാസമില്ലാതെ എല്ലാ സഭകളിലും പ്രസംഗിച്ചിട്ടുണ്ട്. എല്ലാ സഭയെന്ന് പറഞ്ഞാൽ പെന്തക്കോസുകാരെന്നെ അങ്ങനെ വിളിച്ചിട്ടില്ല, പെന്തക്കോസുകാരും ബ്രദറുകാരും അങ്ങനെ വിളിച്ചിട്ടില്ല. എന്നാൽ എപ്പിസ്കോപ്പൽ ചർച്ചസ് എല്ലാം വിളിച്ചിട്ടുണ്ട്. എല്ലാ ചർച്ചകളിലും പോയി പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പോൾ ജീവിതത്തിൽ ഒരുപാട് മറക്കാനാകാത്ത അനുഭവങ്ങൾ സാറിൻ്റെ ജീവിതത്തിലുണ്ട്. ഏതെങ്കിലും സംഘടനയായി ബന്ധപ്പെട്ടാണോ സാർ പ്രവർത്തിക്കുന്നത്? അല്ലല്ല, ഞാൻ സംഘടനയുമായിട്ട് പറഞ്ഞതല്ല. പക്ഷേ ഞാൻ ഉൾപ്പെട്ടിരിക്കുന്നതായ ഇപ്പോൾ ഞാൻ മർത്തോമായില്ല, കാര്യം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് മർത്തോമാക്കാരുടെ സ്വാധീനത്തിലാണ് ഞങ്ങൾ മനസ്സാന്തപ്പെട്ടതുകൊണ്ട് ഞങ്ങൾ കുടുംബമായിട്ട് മർത്തോമായി ചേർന്നു. മർത്തോമ സഭയുടെ പല സംഘടനകളുണ്ട്. സുവിശേഷ പ്രസംഗ സംഘം ഇന്ത്യയിലെ ആദ്യത്തെ മിഷണറി സംഘടന 1888 ആരംഭിച്ചു. അതിൻ്റെ മാനേജിംഗ് കമ്മിറ്റി ഞാനുണ്ടായിരുന്നു. അച്ഛന്മാരെ തിരഞ്ഞെടുക്കുന്നതായ കമ്മിറ്റിയിലുണ്ടായിരുന്നു. സഭാ കൗൺസിലുണ്ടായിരുന്നു. സന്നദ്ധ സുവിശേഷ സംഘം അതിൻ്റെ വൈസ് പ്രസിഡന്റ് ഉണ്ടായിരുന്നു. അങ്ങനെ പല സംഘടനയിൽ ചേർന്ന് ഞാൻ പ്രവർത്തിച്ചു. അപ്പോൾ ജീവിതത്തിൽ ഒരുപാട് ഈ മാർത്തോമ സഭയിൽ നിൽക്കുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയ വൈദികരോ ബിഷപ്പ്മാരോ അതൊക്കെ ആരൊക്കെയായിരുന്നു? അതായത് ഞാനിങ്ങനെ മനസ്സാന്തരപ്പെട്ട് ഈശോമാർ തീമത്യോസ് തിരുമേനി പറയുന്ന തിരുമേനി ഉണ്ടായ തിരുമേനി അദ്ദേഹം കാലം ചെയ്തു, മരിച്ചുപോയി. അദ്ദേഹം ഒരിക്കലും എൻ്റെ ഒരു പ്രസംഗം കേട്ടു. പ്രസംഗം അല്ലോ സാക്ഷ്യം കേട്ടു. സാക്ഷ്യം കേട്ടപ്പോൾ അദ്ദേഹത്തിന് എന്നെ വളരെയധികം ഹൃദയത്തിൽ താല്പര്യം തോന്നി. അന്ന് നമുക്കിതുപോലെ മൊബൈലൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് അദ്ദേഹം ഞങ്ങളുടെ അടുത്തുള്ള ആ ഒരു ടെലിഫോൺ നമ്പറിൽ വിളിച്ചിട്ട് പറയും, ഇത്രാം തീയതി ബാബു ഫ്രീ ആണെങ്കിൽ ഞാൻ അതിലേ വരുന്നുണ്ട്, നമുക്കൊരു കൺവെൻഷന് പോകാം എന്ന് പറയും. അങ്ങനെ എനിക്ക് വേറെ പരിപാടിയൊന്നുമില്ല, ഞാൻ ഒരുങ്ങിയത് തിരുമേനിയോടൊപ്പം. ഈ തിരുമേനിയോടെ പോകുമ്പോൾ ഒരുപാട് നല്ല ഉപദേശങ്ങൾ തിരുമേനി തരുമായിരുന്നു. തിരുമേനി പറയും, മോനെ നമ്മുടെ വായ കർത്താവിനുള്ളതാണ്, വാ കൊണ്ട് ആരെയും കുറ്റം പറയരുത്, ഒരാളിനെ വേദനിപ്പിക്കരുത്, നീ കാരണം ഒരാൾ ദുഃഖിക്കുവാനായിട്ട് ഇടയാകാതെ, നീ കാരണം ഒരാൾ ആശ്വാസം പ്രാപിക്കാനായിട്ട് ഇങ്ങനെ ഒരുപാട് ചെറിയ അതൊക്കെ എൻ്റെ മനസ്സിനകത്ത് ഞാനിങ്ങനെ കുറിച്ചിട്ടുണ്ട്. ഒരുപാട് സ്റ്റേജുകളിൽ. അപ്പോൾ എനിക്ക് അച്ഛനാകണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം തിരുമേനി പറഞ്ഞു, മോനെ നീ അച്ഛനാകണ്ട, അച്ഛനാകാനായിട്ട് ഒരുപാട് പേരുണ്ട്, പക്ഷെ സ്വതന്ത്രമായി വർക്ക് ചെയ്യാനായിട്ട് ആൾക്കാർ കുറവാണ്. അപ്പം അന്നൊന്നും ചെറുപ്പക്കാരൊന്നും ആ കാലങ്ങളൊക്കെ ഇങ്ങനെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്ന വളരെ കുറവാണ്. അതുകൊണ്ട് നിന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് ഇതിനാ, നീ പോയി ലോകം മുഴുവൻ സാക്ഷ്യം പറയാൻ പറഞ്ഞു. അങ്ങനെ എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. മാർത്തോമ സഭയിലെ തിരുമേനിമാരും മിക്കവാറും എല്ലാവരും എന്നെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അച്ഛന്മാർ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. CSIയിലെ ആൾക്കാരുണ്ട്. ഇവാഞ്ചലിക്കൽ സഭയിലെ TC ചെറിയാൻ ബിഷപ്പ്, കോശി ബിഷപ്പ്, ഇവരൊക്കെ എന്നെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരുപാട് മുഖങ്ങളുണ്ട്. ഒരുപാട് മുഖങ്ങൾ പറഞ്ഞാൽ എനിക്കതേ ഉള്ളൂ എൻ്റെ മാറുമേൽ. ഞാൻ എല്ലാ ദിവസവും വെളുപ്പിനെ 5 തൊട്ട് 6 വരെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവരെയൊക്കെ ഓർത്താ പ്രാർത്ഥിക്കും. മൺമറഞ്ഞ പോയ ആൾക്കാരിൽ നിന്ന്. സാറിൻ്റെ ഒരു ദിവസം, അതായത് ഇപ്പോൾ 24 മണിക്കൂറുണ്ടല്ലോ നമുക്ക്, ഈ 24 മണിക്കൂർ സാർ എങ്ങനെയാണ് വിനിയോഗിക്കുന്നത്? ഈ കേൾക്കുന്നവർക്ക് ഒരു ആത്മീയ പ്രചോദനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ, അപ്പം എങ്ങനെയാണ് സാർ അത് വിനിയോഗിക്കുന്നത്? ഞാൻ വെളുപ്പിനെ 5 മണിക്ക് എഴുന്നേക്കും. 5 തൊട്ട് 6 വരെ ഞാനിങ്ങനെ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ
എനിക്ക് കർത്താവിനെ സാക്ഷിക്കുവാൻ അവസരമൊരുക്കി തന്നതായിരിക്കുന്നതായ തിരുമേനിമാർ, പട്ടക്കാർ, സുവിശേഷകർ, വിശ്വാസികൾ, അവരെയൊക്കെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കും. വിവിധ രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ ആ സമയത്ത് എൻ്റെ മനസ്സിലിങ്ങനെ വരും. അവർക്ക് വേണ്ടിയൊക്കെ ഞാൻ പ്രാർത്ഥിക്കും. ഒത്തിരി വിഷയങ്ങൾക്ക് വേണ്ടി 1 മണിക്കൂർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, പിന്നെ ഈ മന്ത്രിമാർക്ക് വേണ്ടി, ഇവർക്ക് വേണ്ടിയൊക്കെ ആ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കും. 6 തൊട്ട് 1 മണിക്കൂർ എനിക്ക് സിമ്പിൾ എക്സസൈസ് ചെറിയ അത് ചെയ്യും. 6 തൊട്ട് എൻ്റെ പേഴ്സണൽ മെഡിറ്റേഷൻ, ദൈവവചനം വായിച്ച് 1 മണിക്കൂർ വായിക്കുന്ന, അങ്ങനെ പിന്നെ എഴുതും. ഞാൻ ഒരുപാട് എഴുതി കഴിഞ്ഞ് പിന്നെ വീട്ടിലെ ദിനേര കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കും, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. എന്തെങ്കിലും വെളി പ്രോഗ്രാം ഉണ്ടെങ്കിൽ അതിനു വേണ്ടി പോകും. അല്ലെങ്കിൽ വീട്ടിലിരുന്ന് പിന്നെ ഞാൻ വായിക്കുകയും എഴുതുകയും ചെയ്യും. ഞാൻ ഒരുപാട് വായിക്കും, ഒരുപാട് എഴുതും, പ്രിപ്പയർ ചെയ്യും. മെസ്സേജ് പ്രിപ്പയർ ചെയ്യാതെ എനിക്ക് പ്രസംഗിക്കാൻ ഓഫ് ഹാൻഡായിട്ട് പ്രസംഗിക്കും. ഞാനൊരു രഹസ്യം പറഞ്ഞാൽ എല്ലാ ഇപ്പോൾ 76 വയസ്സുണ്ട്. ഈ 76 വയസ്സിനോടെ ഒരൊറ്റ വർഷം മാത്രമേ ഞാൻ സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുള്ളൂ. ഞാനൊരു ബൈബിൾ കോളേജ് പഠിച്ചിട്ടില്ല, ഒരു സെമിനാരി പഠിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള മുമ്പേ പറഞ്ഞായ ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാരുടെ പാഠപീഠത്തിൽ കേട്ടും കണ്ടും അനുഭവിച്ചു. ഞാൻ മനസ്സാന്തരപ്പെട്ടപ്പോഴേ ഞാൻ ഒരുപാട് സുവിശേഷകരെ, കൺവെൻഷൻ പ്രസംഗരും പ്രായമുള്ളവരെയൊക്കെ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കും. 2-3 ദിവസം താമസിപ്പിച്ച് അവിടെ ഓടിയിരുന്ന് അവർക്ക് ഉടുപ്പൊക്കെ തേച്ച് കൊടുക്കും, നഖം വെട്ടിക്കൊടുക്കും, അവരിൽ നിന്നൊക്കെ കേൾക്കും, വേദപുസ്തകത്തെ പറ്റിയൊക്കെ പഠിപ്പിച്ച് അങ്ങനെ എന്നെ വളർത്തിയിടുന്നതാണ്. വളരെ പ്രചോദനകരമായ കാര്യമാണ്. അതായത് ഏതാണ്ട് എന്നിട്ട് ഞാൻ വൈകിട്ട് വരും. വൈകിട്ട് സന്ധ്യയ്ക്ക് 7 മണിക്ക് വീട്ടിലുണ്ടെങ്കിൽ 7 മണിക്ക് ഞാൻ കുടുംബ പ്രാർത്ഥന അറ്റൻഡ് ചെയ്യും. പിന്നെ ഞാൻ 1 മണിക്കൂർ ടെലിവിഷൻ വൈകിട്ട് മാത്രം കാണും, ന്യൂസും കാര്യങ്ങളൊക്കെ കാണും. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എഴുതും. രാത്രി 12 മണി വരെ എഴുതുകയും വായിക്കുകയും ചെയ്യും. 12 മണിക്ക് കിടക്കും, വെളുപ്പിന് 5 മണിക്ക് എഴുതേക്കും. ഉറക്കം വളരെ കുറവാണ്. ഉറക്കം കുറവാണ്. ഉച്ചയ്ക്ക് സമയം കിട്ടുകയാണെങ്കിൽ കുറച്ച് നേരം കിടക്കും. അപ്പോൾ ഇനി എന്താണ് സാറിൻ്റെ ഒരു ഭാവി പദ്ധതികൾ? ഇപ്പം 76 വയസ്സായി, ഇനി പഴയതുപോലെ ഓടി നടക്കാനുള്ള ഒരു, ഞാൻ കിട്ടുന്നിടത്തോളം അങ്ങ് ഓടുക. എനിക്ക് നടക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം പോകുന്നിടത്തൊക്കെ വൈഫിനെ കൂടെ കൊണ്ടുപോകും. ഞാൻ ഇങ്ങനെ ആരെങ്കിലും ഒന്ന് പിടിച്ച് പോകുന്നത് നല്ല. വടിയും കൊണ്ട് പോകുന്നതിനകത്തൊരു പ്രയാസമുള്ളതുകൊണ്ട് വൈഫിനെ കൊണ്ട്. മക്കളൊക്കെ എത്ര പേരാണ്? എനിക്ക് 2 ആൺമക്കളാണ്. മൂത്താള് കർത്താവിന് വേല ചെയ്യുക. അവന് ഈ ഫാമിലി കൗൺസിലിങ്, ഫാമിലി സെമിനാർ, അവർ കുടുംബമായി അതിൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തിട്ട് അവർ എറണാകുളത്ത് ബേസ് ചെയ്തുകൊണ്ട് അത് പ്രവർത്തിക്കുന്നു. അവർക്ക് 2 കുഞ്ഞുങ്ങൾ. ഇളയ മോന് കാനഡയിൽ കാൽഗറി എന്ന് പറയുന്ന സ്ഥലത്താണ്. അവരും രക്ഷിക്കപ്പെട്ടവരാണ്, കർത്താവിനെ സ്നേഹിക്കുന്നു, കിട്ടുന്ന അവസരങ്ങളൊക്കെ മറ്റുള്ളവരെ സഹായിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർ. പൊതുവെ ഈ ക്രിസ്തീയ സുവിശേഷ പ്രവർത്തകരോട്, ചെറുപ്പക്കാരോട്, സുവിശേഷ പ്രവർത്തകരോടൊക്കെ എന്താണ് സാറിൻ്റെ ഈ 52 വർഷത്തെ ജീവിതത്തിൽ ഒരു സന്ദേശം പറയാനായിട്ടുള്ളത്? 52 എൻ്റെ ഒരു ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് സുവിശേഷകരെ പറയാനുള്ളത്, ഇപ്പോഴത്തെ പല സുവിശേഷകർക്കും പ്രസംഗകർക്ക് വായന വളരെ കുറവാണ്. ദൈവവചന വായനയോ അല്ലെ അതുപോലുള്ളതായിരിക്കുന്ന വായന. അതുകൊണ്ട് നിർബന്ധമായി ദൈവവചനം പഠിക്കണം. ഇപ്പം നമ്മൾ ഏതെങ്കിലും കോളേജ് പഠിക്കുന്നതിനേക്കാൾ, സെമിനാരിൽ പോയി പഠിക്കുന്നതിനേക്കാൾ നല്ലത് നമുക്ക് തന്നെ പഠിക്കണം. അപ്പോൾ പുസ്തകത്തിൻ്റെ അടുത്ത് നോട്ട്ബുക്ക് എടുത്ത് വെക്കണം, ചില ബുക്സൊക്കെ റെഫർ ചെയ്യണം. ദൈവം നമുക്ക് തരുന്നതായിരിക്കുന്ന ചിന്തകൾ അവിടെ നിന്ന് എഴുതിയിടണം. അത് അന്നേരം നമുക്ക് പ്രയോജനം ഇല്ലെങ്കിൽ എപ്പോഴെങ്കിലും അത് ഉറപ്പായിട്ട് അത് പ്രയോജനപ്പെടും. 2, പിന്നെ പ്രാർത്ഥന വളരെ കുറവാണ്. മനസ്സിലായി? പ്രോഗ്രാമിൻ്റെ ബിസി, ആ ബിസി കാരണം പ്രാർത്ഥിക്കാനായിട്ട് സമയം പലപ്പോഴും പലർക്കും കിട്ടാതെ വരുന്നുണ്ട്. 3, നമ്മൾ മറ്റുള്ളവരെ ഉള്ളു തുറന്ന് പ്രോത്സാഹിപ്പിക്കണം. ഞാൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം ചെയ്തതാ. എൻ്റെ പോകുന്നിടത്തൊക്കെ 1-2 ചെറുപ്പക്കാരെ കൊണ്ടുപോകും. എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളൊക്കെ അവരോട് പറഞ്ഞു കൊടുക്കും. ചെറിയ മീറ്റിങ്ങിലൊക്കെ അവരെ കൊണ്ട് പ്രസംഗിപ്പിക്കും. അവർക്ക് പോരാത്തതായ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കും. ഞാൻ വലിയ ആളായിട്ടല്ല, പക്ഷേ എൻ്റെ അറിവിൽ നിന്ന് ഒക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്നതായ ഒരു സിസ്റ്റം ഒരാളെ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ അവരെ വളർത്താനായിട്ട് ഇന്ന് അങ്ങനെ വളർത്തുന്നതായ ശീലം. മറ്റേ KV ചെറിയാൻ എന്ന് പറയുന്ന ആളുടെ കിട്ടുന്നുണ്ട്. KV ചെറിയാൻ, ഡോക്ടർ PP ജോബ്, ഇവർക്ക് ഈ അസൂയില്ലാത്തതായ മറ്റുള്ളവരെ വളർത്താനായിട്ടുള്ള ഒരു ത്വര അവരുടെ ഹൃദയത്തിനകത്തുണ്ട്. സാർ പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. നമ്മുടെ ഇന്നത്തെ ഈ ആത്മീയ ഓളത്തിൽ ആരെങ്കിലും നന്നായിട്ടൊന്ന് പ്രസംഗിച്ചാൽ, ഒരു ക്ലാസ് എടുത്താൽ,
അവരെ ഇടിച്ചു താഴ്ത്തുക എന്നുള്ളൊരു ഒരു സമീപനമാണ്. അത് പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ ഒക്കെ വന്നപ്പോൾ എങ്ങനെ എന്തൊക്കെ എന്തെങ്കിലും പോരായ്മ കണ്ടിട്ടായിരിക്കാം ആ പോരായ്മ എങ്ങനെ ഊരി പെരുപ്പിച്ച് അവരെ താഴ്ത്തുന്നതാണ്. അതൊരു ശരിയായിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ കഴിയുന്നിടത്തോളം മറ്റുള്ളവരെ വളർത്താനായിട്ടുള്ള. ഇപ്പോൾ എന്നെ ബ്രദറിൽ എൻ്റെ തെറ്റുണ്ടെങ്കിൽ ഞാൻ ബ്രദറിനോട് നേരിട്ട് പറയണം, ബ്രദറെ അത് തെറ്റാതെ കറക്റ്റ് ചെയ്താൽ നല്ലതായിരിക്കണം. അല്ലാതെ ഞാൻ സ്റ്റേജിലോ അല്ല മറ്റുള്ളവരോട് പറയുന്നതിനകത്ത് എന്തോ പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനമില്ല. ഒരു പ്രയോജനമില്ല. ഓക്കെ. അപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ ഈ സഭാ വ്യത്യാസമില്ലാതെ എല്ലാവരും ഐക്യതയോടുകൂടി നിൽക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. കാരണം നമ്മുടെ ഭാരതം എന്ന് പറയുന്നത് ഇപ്പോൾ സുവിശേഷ പ്രവർത്തനത്തിന് ഭയങ്കര വിരോധമാണ്. നോർത്ത് ഇന്ത്യയിലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ശക്തമായ വിരോധമുണ്ട്. അപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ ഈ സഭയുടെ എല്ലാ കത്തോലിക്ക സഭ മുതൽ പെന്തക്കോസ്റ്റൽ സഭകൾ വരെ, അതായത് കർത്താവിനെ ആരാധിക്കുന്നവർ ഒന്നിച്ച് നിന്ന് ഭാരത സുവിശേഷീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കണം. അതിനെക്കുറിച്ച് എന്താണ് സാറിൻ്റെ ഒരു അഭിപ്രായം? അങ്ങനെ ഒന്നിച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. പക്ഷെ ഒന്നിച്ച് നിന്നാൽ അത് വളരെ പവർ. നമ്മൾ ഓർക്കണം, നമ്മൾ ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ നമ്മളെല്ലാം ഭാരപ്പെട്ട കാര്യമുണ്ട് അല്ലേ? ഭരണഘടനാ ഭേദഗതി വരുന്നു, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ദോഷമായിട്ട് വരുമെന്ന് പറഞ്ഞു. ഇത് മനസ്സിലാക്കിയതായ സഭാ വ്യത്യാസമിന്നുള്ള ഈ മക്കൾ ലോകം മുഴുവൻ പ്രാർത്ഥിച്ചു അല്ലേ? ആ പ്രാർത്ഥിച്ചതിൻ്റെ ഫലം നമ്മൾ കണ്ടില്ലേ അല്ലേ? ഇനി ഭരണഘടന തിരുത്തണമെങ്കിൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യങ്ങളല്ല. അതുകൊണ്ട് ഇതിനകത്തൊരു വലിയ ഒരു മറക്കമുണ്ടെന്നുള്ളത് സഭാ ലീഡേഴ്സും വിശ്വാസികളും മനസ്സിലാക്കി യോജിക്കാവുന്നിടത്തെല്ലാം യോജിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിയാൽ അത് വലിയ എൻ്റെ ഒരു ചിന്ത ഭാരതത്തിൽ വലിയ ഉണർവുണ്ടാവും എന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ട്. അല്ല, നോർത്ത് ഇന്ത്യയിലൊക്കെ വലിയ ശക്തമായ പ്രതിസന്ധികളാണ് നമ്മൾ നേരിട്ടുള്ളത്. അതെ അതെ. ഉത്തർപ്രദേശിൽ പോലും ഈ നമ്മളിവിടെ ഇരിക്കുമ്പോൾ ഏതാണ്ട് 50-ലധികം പേര് ജയിലുകളുണ്ട്. അതായത് ഏതെങ്കിലും ഒരു സ്ഥലത്തൊരു കൂട്ടായ്മ നടത്തിയാൽ അപ്പോൾ തന്നെ പോലീസ് വന്ന് അവരെ അറസ്റ്റ് ചെയ്യുക, സ്ത്രീകളെയും കുട്ടികളെയൊക്കെ ജയിലിലിടുന്ന ഒരു സംവിധാനമാണ്. ആ ഒരു അവസ്ഥയിൽ നമ്മുടെ ഒരു ഐക്യത വളരെ അത്യാവശ്യം, വളരെ അത്യാവശ്യം. നമുക്ക് ഈ ഉപദേശപരമായിട്ട് ചില കാര്യങ്ങളിലൊക്കെ ചില അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും യേശുക്രിസ്തു ഒന്നേ ഉള്ളൂ, ദൈവവചനം ഒന്നേ ഉള്ളൂ. നമുക്ക് യോജിക്കാവുന്ന ഒരുപാട് മേഖലകളുണ്ട്. യോജിച്ച് പ്രവർത്തിച്ചാൽ ഭാരതത്തിൽ വൻ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ സാധിക്കും. അതിന് സഭാ നേതൃത്വം തയ്യാറാകും. ഇപ്പോൾ നമ്മളെപ്പോലുള്ളവർ രണ്ടുപേരിന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. സഭയുടെ മേലധ്യക്ഷന്മാരാണ് ഇതിന്. നമ്മളതിനു വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളേ ഉള്ളൂ. അല്ലാതെ അല്ല, ഇവിടെയൊക്കെ ഒരുപാട് ഈ സഭാ വ്യത്യാസമില്ലാതെ കൂട്ടായ്മകൾ നടക്കുന്നുണ്ടല്ലോ. എന്നാൽ മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊന്നും ഇല്ല. ഈ പത്തനംതിട്ട, തിരുവല്ല ഭാഗങ്ങളിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് ഉള്ളത്. അപ്പോൾ ഇനി എന്തെങ്കിലും സാറിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട്, ഇപ്പോൾ ഞാൻ സാറിനെ ഒരു ഇൻ്റർവ്യൂ ആയിട്ട് ചെയ്യുന്നു, അപ്പോൾ സാറ് ചിന്തിക്കുകയാണ് എനിക്ക് ഇന്ന കാര്യങ്ങളോടെ ഒന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു എന്ന് ചിന്തിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ളതായ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എൻ്റെ ഒരു വലിയ കൊതി എന്ന് പറഞ്ഞാൽ അത് മനുഷ്യൻ ഭ്രാന്താന്ന് വിചാരിക്കുമായിരിക്കും, എനിക്കറിയാൻ വയ്യ. എൻ്റെ യേശുവിനെ പ്രസംഗിച്ച് ആ പ്രസംഗപീഠത്തിൽ എൻ്റെ ജീവിതം അവസാനിക്കണം എന്നൊരിക്കലാഗ്രഹം. സാധിക്കുമല്ലെന്ന് എനിക്കറിയാം, എൻ്റെ ഒരു കൊതിയാണ്. അല്ലാതെ മറ്റുള്ള വലിയ വലിയ അംബീഷനോ ഒന്നുമില്ല. ആത്മാക്കളെ ആദായപ്പെടുത്തുക എന്നുള്ളത് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു കൊതിയ താല്പര്യം. അതെ, ഒരു സുവിശേഷകൻ അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല, ഒന്ന് മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യുക. മറ്റുള്ളവരെ ആരെയും വിമർശിക്കരുത്, ആരെയും തരം താഴ്ത്തരുത്. ഇതിനൊന്നും നമുക്ക് അവകാശമില്ല. നമ്മൾ ഈ അവകാശമില്ലാത്ത കാര്യത്തിനകത്തൊക്കെ ഇടപെടുന്നത് എന്തിനാ? അത് മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യുക. എത്രയും നമ്മളെ കൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കാൻ അടുക്കുമോ അതുപോലെ അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം. അവർ പ്രോത്സാഹിച്ച് ഉയർന്നു വന്നു കഴിഞ്ഞാൽ നമ്മൾ താണു പോകുന്നില്ല. നമ്മൾ വേറെ ആളെ ഉയർത്തുമ്പോൾ ദൈവം നമ്മളെ വേറെ ഇതിൽ കൂടെ ഉയർത്തും. ഇന്ന് പലർക്കും ഒരാൾ ഉയരുന്നത് കാണുമ്പോൾ അസൂയ. അവൻ ഉയർന്നു കഴിഞ്ഞാൽ എൻ്റെ സ്റ്റേജിൽ പോകുമോ, എനിക്കത് ഡിമ്മായി തീരുമോ? അങ്ങനെ ഒരിക്കലും ചിന്തിക്കേണ്ട ആവശ്യമില്ല. കർത്താവിൻ്റെ വയൽ പ്രദേശം വിശാലമാണ്. മറ്റുള്ളവരെ ആവുന്നിടത്തോളം, പ്രത്യേകിച്ച് ഇപ്പം ചെറുപ്പക്കാർ ഈ കോവിഡിന് ശേഷം പിന്നെ ബൈബിൾ കോളേജ് പഠിക്കാനായിട്ട് ചെറുപ്പക്കാരിപ്പം വരുന്നില്ല. ഒരുപാട് ബൈബിൾ കോളേജിലും അല്ല ഇപ്പോൾ ഒരുപാട് ഈ ന്യൂ ജനറേഷൻ ചർച്ചുകളൊക്കെ രൂപീകൃതമാകുന്നുണ്ട്. അതുകൊണ്ടൊക്കെ എന്തെങ്കിലും ഒരു റിസൾട്ട് ഉണ്ടോ? അതുകൊണ്ട് അതൊരു വൈകാരിക അനുഭവം ഉണ്ടാകുന്നു എന്നുള്ള അല്ലാതെ അതുകൊണ്ട് മറ്റൊന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വൈകാരികമായിരിക്കുന്ന കുറച്ച് ഇളക്കപ്പെരുക്കും
കുറച്ച് സന്തോഷം. അങ്ങനെയുള്ള സമൂഹത്തോട് എന്താണ് സാറിന് പറയാനായിട്ടുള്ളത്? എനിക്ക് അവരോട് പറയാൻ, അവർ ബൈബിൾ ബേസ്ഡ് ആയിരിക്കണം. ദൈവവചനം, രക്ഷ ഇന്നും പ്രസംഗിക്കുന്നത് വളരെ കുറവാണ്. മുറക്കളിനെ പറ്റി പറയുന്നു, രോഗശാന്തി, നടുവിന് വേന, അതിനെപ്പറ്റി പ്രസംഗിക്കുന്നത്. പക്ഷേ രക്ഷയെപ്പറ്റി പ്രസംഗിക്കുന്നത് വളരെ കുറവാണ്. ജീവിത വിശുദ്ധിയെപ്പറ്റി പ്രസംഗിക്കുന്നത് വളരെ കുറവാണ്. പ്രാക്ടിക്കൽ ലൈഫിനെ പറ്റി പ്രസംഗിക്കുന്നത് വളരെ കുറവാണ്. ന്യായവിധിയെപ്പറ്റി പ്രസംഗിക്കുന്നവരില്ല. ഞാൻ ഒത്തിരി നാളായി ന്യായവിധിയെ പ്രസംഗിച്ച് കേട്ടിട്ട്. കർത്താവിൻ്റെ മടങ്ങി വരും, ഈ 5 കാര്യങ്ങളെപ്പറ്റി ഇന്നത്തെ സഭകളും പ്രസംഗകരും വിസ്മരിക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയ ദോഷകരമായ ഒരു ഭാവം. ആയിക്കോട്ടെ, ചില ഉപദേശപരമായ കാര്യങ്ങൾ ചോദിച്ചോട്ടെ. ഈ രക്ഷ, ഒരിക്കൽ ലഭിച്ച രക്ഷ, അത് നഷ്ടപ്പെടുകയില്ല, എന്ത് പാപപ്രവർത്തികൾ ചെയ്താൽ അത് നഷ്ടപ്പെടുകയില്ലെന്ന് വാദിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. സാറിൻ്റെ അഭിപ്രായം എന്താ? രക്ഷ നഷ്ടപ്പെടുകയില്ല, അതൊരു വാസ്തവമാണ്, നിത്യരക്ഷയാണ്, എന്നാൽ അത് നമുക്ക് നഷ്ടപ്പെടുത്തി കളയാം. അതായത് എനിക്ക് പ്രാപിച്ചതായിരിക്കും, ഞാൻ പ്രാപിച്ചതായ രക്ഷ വേറെ ആർക്കും നഷ്ടപ്പെടുത്താൻ സാധ്യമല്ല. അല്ല, എന്നാൽ എൻ്റെ പ്രവൃത്തിയും എൻ്റെ വിശ്വാസവും ആ രക്ഷയിൽ നിന്ന് എന്നെ അകറ്റാനായിട്ട് സാധ്യതയുണ്ട്. എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ, അങ്ങനെയുള്ളവരെ മാനസാന്തരത്തിലേക്ക് വരുത്താൻ സാധ്യമല്ല എന്ന് പറയുന്നുണ്ട് അല്ലേ. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് പിന്മാറിപ്പോയാൽ അവരെ തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് സാധ്യമല്ല എന്നുള്ളതാണ്. പ്രധാനമായിട്ട് ഈ ബ്രദറൻ ടീച്ചിങ് ഒക്കെയാണ് അങ്ങനെ പഠിപ്പിക്കുന്നത്. അതായത് ഈ രക്ഷ ഒരിക്കലും നഷ്ടപ്പെട്ടു പോവുകയില്ല എന്നുള്ളത്. പക്ഷേ അവരുടെ ടീച്ചിങ് വളരെ നല്ല ടീച്ചിങ്, സ്ട്രോങ് ടീച്ചിങ്. ഇങ്ങനെ ചില കാര്യങ്ങളേ ഉള്ളൂ, പക്ഷേ അവരുടെ ടീച്ചിങ് വളരെ നല്ല. അല്ല, അത് സാറിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമാണോ രക്ഷ? ഇത് എനിക്ക് നമുക്ക് ഉൾക്കൊള്ളാൻ വയ്യാത്ത വീട്ടുകാർ, അത് അവർക്ക് കിട്ടുന്നതായിരിക്കുന്നതായ ഒരു അറിവും വെളിപ്പാടും വെച്ച് അവർ പറയുന്നേ ഉള്ളൂ. ഞാനത് വിശ്വസിക്കുന്നില്ല. പിന്നീട് ഒരു ചോദ്യം കൂടെ. ഈ ത്രിയേക ദൈവം, ഈ ട്രിനിറ്റിയെക്കുറിച്ച് ഉള്ള ഒരു ചെറിയ വിവരണം സാറിൻ്റെ അറിവിൽ ഒന്ന് പറയാമോ? എന്താണ് ഈ ട്രിനിറ്റി എന്ന് പറഞ്ഞാൽ? ട്രിനിറ്റി എന്ന് പറയുന്ന, തൃത്വം എന്ന് പറയുന്ന ഒരു വാക്ക് വേദപുസ്തകത്തിൽ ഇല്ല. എന്നാൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഇതിനെപ്പറ്റി പറയുന്നുണ്ട് അല്ലേ. കർത്താവ് ഉയർത്തെന്നേറ്റ്, കർത്താവിൻ്റെ അന്ത്യ നിയോഗം തന്നെ എന്നാൽ നിങ്ങൾ ലോകത്തിൽ മുഴുവൻ പോയി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്താനല്ലേ പറയുന്നത്. അതുണ്ട്. അത് നമുക്ക് അങ്ങനെ ഒരു വാക്കില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. പിതാവുണ്ട്, പുത്രനുണ്ട്, അതെ, ഇത് മൂന്നും ഒന്നാണ്. ഇലക്ട്രിസിറ്റി ആ കമ്പിയിൽ കൂടെ പോകുന്നത് ഇലക്ട്രിസിറ്റിയാണ്. പക്ഷെ അതിന് ഹീറ്റുണ്ട്, ലൈറ്റുണ്ട് അല്ലേ, പവറുണ്ട്, ഇത് മൂന്നും ഉണ്ട്. പക്ഷെ ഇത് മൂന്നും ചേർന്നതാണ് ഇലക്ട്രിസിറ്റി. അതുകൊണ്ട് അതിൽ ഹീറ്റില്ല, ലൈറ്റില്ല, പവറില്ല എന്ന് നമുക്ക് പറയാനായിട്ട് സാധ്യമല്ല. അതുപോലെ ട്രിനിറ്റി എന്ന് പറയുന്നത് 3-ൽ 1. അതിൻ്റെ 3ൻ്റെ ഭാവങ്ങൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് നമുക്ക് മനസ്സിലാകത്തക്കവണ്ണമുള്ള ആ രീതിയിൽ കൂടെ ദൈവം വെളിപ്പെടുത്തി തന്നതായ ഒരു യാഥാർത്ഥ്യമാണെന്നുള്ള അതിൻ്റെ ചിന്ത. അതെ, ഈ സ്നാനപ്പെട്ടെങ്കിൽ മാത്രമേ സ്വർഗത്തിൽ പോകാൻ കഴിയുള്ളൂ എന്ന് ഒരു ടീച്ചിങ് ഉണ്ട്. അതിനെക്കുറിച്ച് എന്താണ് സാറിൻ്റെ? എനിക്ക് അതിനെപ്പറ്റി അഭിപ്രായമില്ല. ഇല്ല, കർമ്മത്താൽ ഇനി ഒരു നീതീകരണമില്ല, വിശ്വാസത്താൽ മാത്രം. അതായത് സ്നാനപ്പെട്ടാൽ സ്വർഗത്തിൽ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെയും കർമ്മമാർഗത്തിലേക്ക് തിരിയല്ലേ അല്ലേ. സ്നാനം ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയാണ്. അത് മുതിർന്ന സ്നാനം ഒരു കൂട്ടം ആൾക്കാർ പറയുന്നു, ശിശു സ്നാനം എന്നുള്ള ആൾക്കാർ പറയുന്നു. അത് അവർക്ക് കിട്ടതായിരിക്കുന്ന ആ ഭാഗത്തേക്ക് ഞാൻ കിടക്കുന്നില്ല. എന്നാൽ സ്നാനം രക്ഷയ്ക്ക് ഒരു മുഖാന്തരമല്ല. സ്നാനപ്പെട്ടവൻ സ്വർഗത്തിൽ പോകണമെന്നില്ല, സ്നാനപ്പെടാഞ്ഞുകൊണ്ട് മാത്രം സ്വർഗത്തിൽ പോകാതെ ഇരിക്കണമെന്നില്ല. ഓക്കെ. പിന്നീട് ഈ പരിശുദ്ധാത്മ അഭിഷേകം എന്ന് ഉള്ള ആ വിഷയത്തെക്കുറിച്ച് എന്താണ് സാർ മനസ്സിലാക്കിയിരിക്കുന്നത്? പരിശുദ്ധാത്മാഭിഷേകം എന്ന് പറയുന്നതായ ഒന്നുള്ളതാണ്. ആത്മാവിൻ്റെ നിറവ്, ആത്മാവിൻ്റെ ശക്തി, ഇതൊക്കെ ഉള്ളതായിരിക്കുന്ന കാര്യങ്ങളാണ്. അതിനൊന്നും നമുക്ക് നിഷേധിക്കാനായിട്ട് ഒക്കുകയില്ല. ഒന്നാമത്തെ കാര്യം, കർത്താവ് തന്നെ താനെ പരിശുദ്ധാത്മാവിനെ പറ്റി ക്ലാസ് എടുത്തുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ 11-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായിട്ട് കാത്തിരിപ്പീൻ. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോടെ എൻ്റെ സാക്ഷികൾ ആകുമെന്നല്ല, ആകും എന്ന് പറഞ്ഞാൽ എ സ്പിരിറ്റ് ഫിൽഡ് ക്രിസ്ത്യൻ കനോട്ട് ബി എ സീക്രട്ട് ക്രിസ്ത്യൻ. നമ്മൾ സീക്രട്ട് ക്രിസ്ത്യൻ അല്ലാതെ പരസ്യ ക്രിസ്ത്യാനിയാക്കി അവൻ്റെ സാക്ഷിയാക്കുന്നതിന് പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടെങ്കിലേ സാധ്യമോ. ഇനി അടുത്തത് ഈ യേശുവിൻ്റെ വരവിനെ കുറിച്ച്. മഹോപദ്രവകാലത്തിലൂടെ ക്രിസ്തീയ സഭ കടന്നു പോകുമോ? അതിലേക്ക് പോകും, അതേ പോകുകയില്ല, എന്താണ് സാർ വിശ്വസിക്കുന്നത്? ഞാൻ വിശ്വസിക്കുന്നത് മഹോപദ്രവകാലത്തെ കൂടെ സഭ പോകുകയില്ലെന്നുള്ള. അതിനു മുമ്പ് കർത്താവ് അതായത് കർത്താവിന് ഇനി 2 വരവുണ്ട്, രഹസ്യ വരവുണ്ട്. അതായത് അന്ത്യകാല സംഭവം, എസ്കറ്റോളജിക്കൽ ഇവൻസ് എന്ന് പറയുന്നത് എൻ്റെ ഒരു ചിന്താഗതിയിൽ
ഒന്ന്, കർത്താവിൻ്റെ മധ്യാകാശം മടങ്ങി വരും. 2, കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷത. ഇതിനിടയ്ക്ക് നടക്കുന്നതാണ് കുഞ്ഞാടിൻ്റെ കല്യാണവും സഭയുടെ ന്യായവിധി. സഭയ്ക്കൊരു ന്യായവിധിയുണ്ട് അല്ലേ? അവനവൻ ശരീരത്തിൽ ഇൻകം ചെയ്തത് നല്ലതായാലും തീയതായാലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടത് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനം മുമ്പാകെ വെളിപ്പെടേണ്ടതാണ്. അപ്പോൾ ആ ന്യായവിധി എന്ന് പറഞ്ഞാൽ ശിക്ഷിക്കാനല്ല, പ്രതിഫലം തരാനായിട്ട്. അപ്പോൾ ഒന്ന്, കർത്താവിൻ്റെ മധ്യാകാശം മടങ്ങി വരവ്. 2, സഭയുടെ ന്യായവിധി. 3, മഹത്വ പ്രത്യക്ഷത. 4, 1000 ആണ്ട് വാഴ്ച. കർത്താവ് സഭയും കൂടെ ചേർന്ന് യെരൂശലേം തലസ്ഥാനമാക്കി ഈ ലോകത്തിൽ 1000 ആണ്ട് സമത്വ സുന്ദരമായ ഒരു രാഷ്ട്രം കഴിക്കുന്നതാണ്. 5, അന്ത്യ ന്യായവിധി. 6, ഇറ്റേണിറ്റി, നിത്യത. ഇങ്ങനെയാണ് ആ എസ്കോറ്റോളജി ഇവൻസിനെയൊക്കെ ഇതിനിടയ്ക്ക് ഒരെണ്ണം ഞാൻ വിട്ടുപോയി. ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു ചിന്തയും എൻ്റെ ഒരു പഠിപ്പിക്കലും അങ്ങനെ. ഓക്കെ. അപ്പോൾ മഹോദരവാദത്തിലൂടെ സഭ കടന്നു പോവുകയില്ല, എടുക്കപ്പെടുന്ന എൻ്റെ വിശ്വാസം. ആയിക്കോട്ടെ. അപ്പോൾ എന്തായാലും ഇനി എന്തെങ്കിലും കാര്യങ്ങൾ പൊതുവായിട്ട് സാറിന് ജനങ്ങൾ അറിയണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ടോ? അപ്പോൾ അത് ജനങ്ങൾ അറിയണമെന്ന് പറഞ്ഞാൽ എനിക്ക് മാതാപിതാക്കളോട് പറയാനുള്ളത്, അവരുടെ കുഞ്ഞു പ്രായത്തിൽ, അതായത് മടിയിലിരുത്തി പാടും വരുമ്പോൾ തന്നെ അവരെ ദൈവാവബോധമുള്ളവരായി വളർത്തണം. ഇന്നത്തെ മാതാപിതാക്കൾക്ക് അതില്ല. കണ്ണുനീര് കുറവാണ്, തലമുറയെക്കുറിച്ചുള്ള കണ്ണുനീര് കുറവാണ്. അവരെ എങ്ങനെയും പഠിപ്പിച്ച് സാമ്പത്തികമായ വലിയ നിലയിൽ കൊണ്ടുവരണമെന്നുള്ളതായ ഒരു ചിന്തയാണ് മാതാപിതാക്കളിൽ 90% മാതാപിതാക്കൾ. അതുകൊണ്ട് ചെറുപ്രായം മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അവിടെ നിത്യതയെപ്പറ്റി ചിന്തയുള്ളവരായി നിത്യതയ്ക്കായി കുഞ്ഞുങ്ങളെ ഒരുക്കണം. അതല്ല എങ്കിൽ നിങ്ങളും അതിന് കണക്ക് പൊറിപ്പിക്കേണ്ടി വരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പം കുഞ്ഞു പ്രായത്തിൽ അവർ കോളേജ് സ്കൂളിൽ പോയിട്ടല്ല, തീരെ ശൈശവ പ്രായത്തിൽ തന്നെ താനെ അവരെ ദൈവാബോധമുള്ളവരെ വളർത്തും. അപ്പോൾ എന്തായാലും സാറിനോട് ഇത്രയും സമയം സംസാരിക്കുവാനും ഒരുപാട് ആശയങ്ങൾ സംസാരിച്ചു. തൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടും അതുപോലെ ഉപദേശകരമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്തായാലും ഇത്രയും സമയം സാറ് വിലപ്പെട്ട സമയം അനുഭവിച്ചതിൽ വളരെ നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ ഒരു സാറിൻ്റെ നമ്പർ ഇപ്പോൾ ഈ വീഡിയോക്കകത്ത് ഇടുന്നതിന് കുഴപ്പമുണ്ടോ? ആരെങ്കിലും വിളിച്ചാൽ അവരോട് സംസാരിക്കും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഓക്കെ, ദൈവം ധാരാളം. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നതായിരിക്കുന്നതായ സാജു തോമസിനോടും അദ്ദേഹത്തിൻ്റെ ഈ മിനിസ്ട്രിയോടും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്, കടപ്പാടുണ്ട്. ദൈവം ഞങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുക, നോർത്ത് ഇന്ത്യൻ പ്രവർത്തനങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുക.